വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് അഴീക്കോട് മാഷ് ആദ്യം പഠിക്കാൻ പോയത് വൈദ്യമാണ്. കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ അദ്ദേഹം കുറച്ചു കാലം വൈദ്യം പഠിക്കുന്നുണ്ട്, ഭാവിയിലെ ഒരു ജീവിതമാർഗം എന്ന നിലയിൽ കൂടി. എങ്കിലും അധികകാലം അദ്ദേഹം അതിൽ തുടർന്നില്ല. അവിടെ നിന്നാണ് മംഗലാപുരത്തെ സെൻറ്റ് അലോഷ്യസ് കോളേജിലേക്ക് അദ്ദേഹം ഇൻ്റർമീഡിയറ്റ് പഠനത്തിനായും പിന്നീട് ബിരുദ പഠനത്തിനായും ഒക്കെ എത്തുന്നത്. അവിടെ അദ്ദേഹം പഠിച്ചതും കൊമേഴ്സാണ്, വാണിജ്യമാണ് എന്ന് പറയാം. മലയാളത്തിലെ ഏറ്റവും പ്രതിഭാശാലിയായ വിമർശകനും സാമൂഹ്യ ചിന്തകനും തത്വവിചാര മേഖലയിൽ പ്രവർത്തിച്ച ആളും ഒക്കെ ആണെങ്കിലും അതൊന്നും അദ്ദേഹം ഔപചാരികമായി അങ്ങനെ പഠിച്ചതല്ല. പിൽക്കാലത്ത് അദ്ദേഹം മലയാളത്തിൽ BA-MA നേടുന്നുണ്ട്, സംസ്കൃതത്തിൽ BA-MA ഒക്കെ നേടുന്നുണ്ട്. അതെല്ലാം ഔപചാരിക വിദ്യാഭ്യാസത്തിന് പിന്നീടാണ് എന്ന കാര്യവും നമുക്ക് ഇന്ന് ഓർക്കാവുന്നതാണ്. മാഷ് ചികിത്സകനായി മാറിയില്ലെങ്കിലും അത് പഠിക്കാൻ പോയതിന് ചരിത്രപരമായ ഒരു സാങ്കത്യമുണ്ട് എന്നാണ് ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് തോന്നുക. ഒരു നിലയ്ക്ക് മാഷും ഒരു ചികിത്സകനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് നമ്മുടെ സാമൂഹ്യ ശരീരത്തിൽ ബാധിക്കുന്ന രോഗാതുരതയെ ചികിത്സിക്കാനുള്ള ഒരു പരിശ്രമമായി തൻ്റെ ജീവിതത്തെ ആകമാനം മാറ്റിവെച്ച ഒരാളായിരുന്നു മാഷ് എന്ന് നമുക്ക് പറയാം. 1926 ജനിച്ച് അദ്ദേഹം 80 വയസ്സിലധികം ജീവിച്ചാണ് കഴിഞ്ഞ പതിറ്റാണ്ടിൻ്റെ പകുതിയോടെ വിടവാങ്ങിയത്. ഇതിലേതാണ്ട് 1940 മുതൽ തന്നെ അദ്ദേഹം പ്രഭാഷണ വേദിയിലെത്തി. അദ്ദേഹത്തിൻ്റെ ചില ജീവചരിത്രക്കുറിപ്പുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ 18-ാം വയസ്സിലോ 19-ാം വയസ്സിലോ ആണ് മാഷ് ആദ്യമായി വലിയ ഒരു പ്രഭാഷണ വേദിയിലെത്തുന്നത് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും അത്ര കൃത്യമാവണമെന്നില്ല, കാരണം അത് സംബന്ധിച്ച വളരെ വ്യക്തമായ രേഖകളൊന്നും ആ കാലത്ത് ലഭ്യമാവില്ല. പലരുടെ ഓർമ്മകളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളായിരിക്കും. എങ്കിലും 26-ൽ ജനിച്ചു എന്നതുകൊണ്ട് തന്നെ 20-ാം വയസ്സിനോട് അടുത്തൊക്കെ അദ്ദേഹം പ്രസംഗവേദിയിലെത്തി കാണും എന്ന് നമുക്ക് ഊഹിക്കാം. അങ്ങനെ ആലോചിച്ചാൽ 6 പതിറ്റാണ്ട് കാലമെങ്കിലും അദ്ദേഹം കേരളത്തിലെ പ്രസംഗവേദികളിൽ ഉണ്ടായിരുന്നു. കേരളം കണ്ട എക്കാലത്തെ ഒരാളായി മാഷ് മാറിത്തീരുകയും ചെയ്തു. ഈ പ്രഭാഷണങ്ങൾ ആകമാനം പരിശോധിച്ചാൽ അദ്ദേഹം ഉടനീളം ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം, നമ്മുടെ സാമൂഹ്യ ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങളെ, അപ്പോൾ കാണുന്ന രോഗാതുരതകളെ നേർക്ക് നേരെ നിന്ന് എതിർക്കുക എന്നതായിരുന്നു. അതിൽ തനിക്കെന്ത് സംഭവിക്കുന്നു എന്നത് മാഷ് അധികമൊന്നും വകവച്ചിട്ടില്ല. മാഷ് എപ്പോഴും ഒരു യുദ്ധസന്നദ്ധനായൊരു പ്രഭാഷകനായിരുന്നു എന്ന് പറയാം. പ്രഭാഷണ വേദിയിൽ മാഷ് ഏറ്റവും ഊർജ്ജസ്വലനാകുന്നത് വലിയ ഒരു വെല്ലുവിളി തനിക്ക് മുമ്പിലുണ്ട് എന്ന് തോന്നുമ്പോഴാണ്. ആ വെല്ലുവിളി പല രൂപത്തിലുള്ളതായിരിക്കും. ബാബറി മസ്ജിദ് പൊളിച്ചതിന് ശേഷം തൃശ്ശൂർ അദ്ദേഹം 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പരമ്പര നടത്തുകയുണ്ടായി, ഭാരതീയത എന്ന പേരിൽ. ഒരുപക്ഷെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ, അതിൻ്റെ അടിസ്ഥാന വീക്ഷണങ്ങൾക്കെതിരെ ഇന്ത്യാ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അടിപ്പടവിൽ വേരാഴ്ത്തി നിന്ന് കേരളം നടത്തിയ ഏറ്റവും വലിയ പ്രതിരോധങ്ങളിലൊന്ന് ആ പ്രഭാഷണമായിരുന്നു. അതിൽ 1-2 പ്രഭാഷണങ്ങൾ ഞാൻ കേട്ടതാണ്. ആ ദിവസങ്ങളുടെ, പ്രത്യേകിച്ചും ബാബറി പള്ളി പൊളിച്ച് 1-2 ആഴ്ചകൾക്ക് ശേഷമാണ് അത് ആ പ്രഭാഷണം നടക്കുന്നത്. ആ കാലത്തിൻ്റെ മുഴുവൻ എന്താ പറയുക, ധാർമ്മിക ശബ്ദവും ചേർത്തിട്ടാണ് മാഷ് ആ ദിവസങ്ങളിൽ സംസാരിച്ചിരുന്നത്. അങ്ങനെ ഏറ്റവും വലിയ പ്രമേയങ്ങളെ മുൻനിർത്തി സംസാരിക്കുന്നത് പോലെ തന്നെ ഒരുപക്ഷെ ഒരു ചലച്ചിത്രതാരം മറ്റൊരാളോട് മര്യാദയോടെ പെരുമാറിയില്ല എന്ന് തോന്നിയാൽ അതേക്കുറിച്ചും അത്ര തന്നെ ക്ഷോഭത്തോടെ മാഷ് സംസാരിക്കുന്നു. ഇങ്ങനെ എല്ലാ കാര്യത്തിലും പോയി മാഷ് അഭിപ്രായം പറയുകയും മാഷ് തർക്കങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്
ഗൗരവമുള്ള കാര്യങ്ങളിൽ ഇടപെട്ടാൽ പോരെ? അതിന് മാഷ് പറഞ്ഞ ഉത്തരം വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. മാഷ് പറഞ്ഞത്, നിങ്ങൾ ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ അവിടെ ചെളി കെട്ടിക്കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനെ നേരിടാൻ കഴിയുക? അപ്പം അദ്ദേഹം പറഞ്ഞു, രണ്ട് വഴിയുണ്ട്. ഒന്ന്, ചെളി ചവിട്ടാതെ നിങ്ങൾക്ക് മാറി നടക്കാം, അപ്പോൾ നിങ്ങളുടെ മേത്ത് ചെളിയാവില്ല, പക്ഷേ ചെളി അവിടെ ഉണ്ടാവും. രണ്ട്, ചെളി വാരിക്കളയാം, അപ്പോൾ നിങ്ങളുടെ മേത്ത് ചെളിയാവും, പക്ഷേ പിന്നെ വരുന്നവർക്ക് ചെളി ചവിട്ടേണ്ടി വരില്ല. ഇതിൽ രണ്ടാമത്തെ പണിയാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്, ചെളി വാരിക്കളയലാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അത് ഗാന്ധിയുടെ വഴിയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഗാന്ധി എന്താണെന്നുള്ളതിന് ഒരുപക്ഷെ മാഷിൽ നിന്ന് കിട്ടിയ ഏറ്റവും നല്ല ഉത്തരങ്ങളിലൊന്ന് അതായിരുന്നു, ഈ ചെളി വാരിക്കളയലാണ് എന്ന ഒരു വീക്ഷണം. ഒരുപക്ഷെ മലയാളത്തിൽ ഗാന്ധിയെക്കുറിച്ച് എഴുതപ്പെട്ട നൂറുകണക്കായ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും മികവുറ്റത് എന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നിയ ഒരു കൃതി മാഷ്ടെ മഹാത്മാവിൻ്റെ മാർഗം എന്ന 1960കളിൽ എഴുതിയ ഒരു കൃതിയാണ്. ഇന്നും അതിനേക്കാൾ സൂക്ഷ്മതയോടെ ഗാന്ധിയുടെ ഒരു ആകമാനമുള്ള കാഴ്ചയെ അവതരിപ്പിക്കുന്ന കൃതികൾ കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഗാന്ധിയാണ് തൻ്റെ ഒരു പ്രചോദനം. 3 പ്രചോദനങ്ങളാണ് തൻ്റെ ജീവിതത്തിലുള്ളതെന്ന് മാഷ് തത്വമസിയെക്കുറിച്ചുള്ള ഒരു എഴുത്തിനിടയിൽ പറയുന്നുണ്ട്. അതിലൊന്ന് ഗാന്ധിയാണ്, രണ്ടാമത്തേത് ഉപനിഷത്താണ്, മൂന്നാമത്തേത് സാഹിത്യമാണ്. ഈ 3 വഴികളാണ് തന്നെ പ്രചോദിപ്പിച്ചത്, തന്നെ കൈപിടിച്ച് നടത്തിയത് ഈ 3 സ്രോതസ്സുകളാണ് എന്ന് മാഷ് പറയുന്നുണ്ട്. അതിലും ഒരു പ്രാധാന്യമുണ്ട്. സാഹിത്യം മാഷ് വളരെ പ്രാധാന്യത്തോടെ കണ്ട ഒരു മേഖലയാണ്. അത് അദ്ദേഹം നടത്തിയ വിലയിരുത്തലുകളൊക്കെ ശരിയായിരുന്നോ എന്നൊന്നും പറയാനല്ല ഞാൻ മുതിരുന്നത്. നിശ്ചയമായിട്ടും അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംബന്ധിയായ വിലയിരുത്തലുകളോട് ഇപ്പോൾ ഒരു 60 കൊല്ലത്തിനിപ്പുറം നിന്ന് തിരിഞ്ഞു നോക്കിയാൽ ധാരാളം ഭിന്നാഭിപ്രായങ്ങൾ പറയാൻ വകയുണ്ട്. അദ്ദേഹം തന്നെയും ആ ഭിന്നാഭിപ്രായങ്ങളെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇപ്പോൾ കേസരി ബാലകൃഷ്ണപിള്ളയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധത്തിൽ മലയാള സാഹിത്യ വിമർശനത്തെ മുൻനിർത്തിയായിരുന്നു, ശൂരനാട്ട് കുഞ്ഞൻ പിള്ളയുടെ കീഴിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗവേഷണം കേരള സർവകലാശാലയിൽ. പിന്നീട് അത് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കിയാൽ കേസരി ബാലകൃഷ്ണപിള്ളയെ വളരെ നെഗറ്റീവായിട്ടാണ്, നിഷേധാത്മകമായിട്ടാണ് അഴീക്കോട് മാഷ് വിലയിരുത്തുന്നത്. യാന്ത്രിക പണ്ഡിതനായ വടക്കങ്കൂർ രാജരാജവർമ്മയെ പോലെ വടക്കങ്കൂറിനെ സ്വാധീനിച്ചത് സംസ്കൃതത്തിൻ്റെ ഒരു യാന്ത്രിക പാണ്ഡിത്യമാണെങ്കിൽ പാശ്ചാത്യ സാഹിത്യത്തിൻ്റെ ഒരു യാന്ത്രിക പാണ്ഡിത്യത്തിൻ്റെ പിടിയിൽപ്പെട്ട ആ സാഹിത്യം തിരിച്ചറിയാതെ പോയ ഒരാളായിട്ടാണ് അദ്ദേഹം കേസരിയെ ആ പുസ്തകത്തിൽ വിലയിരുത്തുന്നത്. കേസരിയെക്കുറിച്ച് പറയാവുന്നതിൽ ഏറ്റവും തെറ്റായ വിലയിരുത്തലാണ് അതെന്നാണ് അപ്പോഴും ഇപ്പോഴും എൻ്റെ ബോധ്യം. കേസരി അങ്ങനെയൊന്നുമല്ല. പക്ഷേ മാഷ് അങ്ങനെയാണ് കരുതിയത്. പക്ഷേ ഈ മാഷ് തന്നെ 2010 കേസരി മരിച്ചതിൻ്റെ 50ാം വാർഷികം പ്രമാണിച്ച് ലളിതകല അക്കാദമി തൃശ്ശൂരിൽ സംഘടിപ്പിച്ച സെമിനാറിൽ ഉദ്ഘാടനം നടത്തിയത് അദ്ദേഹമാണ്. ആ ഉദ്ഘാടന പ്രസംഗത്തിൽ മാഷ് പറഞ്ഞൊരു വാക്യം, ആ സെമിനാറിൽ ഞാനും സംബന്ധിക്കുന്നുണ്ടായിരുന്നു. അന്ന് മാഷ് പറഞ്ഞത്, കേസരിയെ ഒരു സാഹിത്യ വിമർശകനായിട്ടാണ് ഞങ്ങളൊക്കെ ആദ്യകാലത്ത് മനസ്സിലാക്കിയത്. അത് വളരെ തെറ്റായൊരു ധാരണയായിരുന്നു. വാസ്തവത്തിൽ കേസരി ഒരു ജീവിത വിമർശകനാണ് എന്ന്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. കാരണം സാഹിത്യം എന്ന് പറയുന്നത് മനുഷ്യജീവിതത്തെ സംബന്ധിക്കുന്ന നിരവധി കാര്യങ്ങളിൽ താരതമ്യേന അപ്രധാനമായൊരു കാര്യമാണ് എന്ന് കരുതിയ ഒരു സാഹിത്യ വിമർശകനായിരുന്നു കേസരി. അദ്ദേഹം ചരിത്രത്തോടോ അല്ലെങ്കിൽ സാമൂഹ്യ രാഷ്ട്രീയ കാര്യങ്ങളോടോ അതിന് ഉള്ള അത്രയും പ്രാധാന്യം മനുഷ്യജീവിതത്തിൽ സാഹിത്യത്തിനുണ്ട് എന്ന് സ്വയം കരുതിയ ഒരാളല്ല. അദ്ദേഹം മലയാളത്തിലെ വലിയ വിമർശകനായിരുന്നു. പക്ഷെ അദ്ദേഹം ഇങ്ങനെയാണ് കണ്ടത്. ഈ നിലയിൽ തന്നെ തിരുത്താൻ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച രമണനും മലയാള കവിതയും എന്ന കൃതിയിൽ അദ്ദേഹം ചങ്ങമ്പുഴയെയും പൊതുവെ മലയാളത്തിലെ കാൽപ്പനിക കവിതയെയും നിരസിക്കുകയാണ് ചെയ്തത്. പുരോഗമന സാഹിത്യവും മറ്റുമെന്ന കൃതിയിലാകട്ടെ പുരോഗമന സാഹിത്യം എന്ന ആശയത്തെ നിരാകരിക്കുകയാണ് ചെയ്തത്. അവിടെയൊക്കെ അദ്ദേഹം ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ മാനസഗുരുവായിട്ടുള്ള കുട്ടിക്കൃഷ്ണമാരാരുടെ വഴിയിലൂടെയാണ് സഞ്ചരിച്ചിട്ടുള്ളത്. പക്ഷേ ഇതെല്ലാം തന്നെ അദ്ദേഹം പുനഃപരിശോധിക്കുകയും പുരോഗമന സാഹിത്യത്തിൻ്റെ ഒരു ഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും വാചാലരായ ഒരു പ്രതിനിധികളിൽ ഒരാളെപ്പോലെ അദ്ദേഹം പുരോഗമന സാഹിത്യവുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തത് നമുക്കറിയാം.
അതുകൊണ്ട് തന്നെ തിരുത്താൻ കഴിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. താൻ സ്വയം തിരുത്തുന്നു എന്നൊന്നും മാഷ് അധികം നേർക്ക് നേരെ പറഞ്ഞിട്ടില്ല, പക്ഷേ അദ്ദേഹം ധാരാളം തിരുത്തിയിട്ടുണ്ട്. അതും ഗാന്ധിയുടെ ഒരു വഴിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഗാന്ധിയാണ് അക്കാര്യത്തിൽ ഒരു വളരെ ഖണ്ഡിതമായ ഒരു നിലപാടെടുത്ത ഒരാൾ. ഗാന്ധി പറയുന്നുണ്ട്, ഞാനൊരു വിഷയത്തിൽ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞ അഭിപ്രായമേ എൻ്റെ അഭിപ്രായമായിട്ട് പരിഗണിക്കേണ്ടതുള്ളൂ എന്ന് ഗാന്ധി പറയുന്നുണ്ട്. അസാധാരണമായൊരു വാക്യം ഗാന്ധി തൻ്റെ 1930 എപ്പോഴാണ് അദ്ദേഹം എഴുതുമ്പോൾ പറയുന്നുണ്ട്, ഐ മേക്ക് നോ ഹോബ്ഗോബ്ലിൻ ഓഫ് കൺസിസ്റ്റൻസി. അഭിപ്രായ സ്ഥിരതയുടെ ദുർഭൂതത്തെ ഞാൻ കൊണ്ട് നടക്കുന്നില്ല. വല്ലാത്തൊരു വാക്യമാണ്. അഭിപ്രായ സ്ഥിരത എന്നതിനെ ഒരു ദുർഭൂതം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ഹോബ്ഗോബ്ലിൻ എന്ന വാക്കാണ്. അത് എമേഴ്സണിൽ നിന്ന് കിട്ടിയ ഒരു വാക്കാണ്. ഗാന്ധി നന്നായിട്ട് എമേഴ്സനെ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ലണ്ടൻ ജീവിതകാലത്ത്. എമേഴ്സനാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നത്, ഇഫ് ഐ ആം ട്രൂ ടു മൈസെൽഫ് ഫ്രം മൊമെൻറ്റ് ടു മൊമെൻറ്റ്, ഐ ഡു നോട്ട് മൈൻഡ് ദ ഇൻകൺസിസ്റ്റൻസീസ് ദാറ്റ് മേ ഫ്ലങ് അപ്പോൺ മീ. ജീവിക്കുന്ന ഓരോ നിമിഷത്തോടും ഞാൻ സത്യസന്ധനാണെങ്കിൽ എനിക്ക് മുകളിൽ വന്നു വീഴുന്ന അഭിപ്രായപരമായ സ്ഥിരതയില്ലായ്മയെ, അസ്ഥിരതയെ കുറിച്ച് ഞാൻ വ്യാകുലപ്പെടുന്നില്ല. അതുകൊണ്ട് മാറാവുന്നതാണ് അഭിപ്രായം. പിന്നീട് മുണ്ടശ്ശേരി പറയുന്നുണ്ടല്ലോ, അഭിപ്രായം ഇരുമ്പലൊക്കെ അല്ല എന്ന്. മാറാവുന്നതാണ്, മാറേണ്ടതാണ് എന്ന് ഗാന്ധി പറയുകയും താൻ ഒരുപാട് മാറുകയും ചെയ്ത ഒരാളാണ്. ഗാന്ധിയുടെ ജീവിതം നോക്കിയാൽ നിങ്ങൾക്ക് ഈ മാറ്റത്തിൻ്റെ ഒരു വലിയ പ്രവർത്തന പഥം കാണാം. ഇതിലേതെങ്കിലും ഒരു സ്ഥാനത്ത് ഗാന്ധിയെ പിടിച്ച് നിർത്തിയിട്ടാണ് മിക്കവാറും നമ്മുടെ ഗാന്ധി വിമർശനങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഗാന്ധി വിമർശനത്തിൽ. ഗാന്ധി വിമർശിക്കപ്പെട്ടുകൂടാന്നൊന്നുമല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ ഗാന്ധി പരിണമിച്ചു കൊണ്ടിരുന്ന ഒരു പ്രക്രിയയുടെ പേരാണ്, ഒരു സ്ഥാനത്ത് ഉറച്ചു നിന്ന ഒരാളുടെ പേരല്ല. ഗാന്ധി തൻ്റെ പ്രധാന സ്രോതസ്സാണ് എന്ന് പറയുന്ന അഴീക്കോട് മാഷ് ഇതുപോലെ തന്നെ നവീകരിക്കുകയും തന്നെ ധാരാളമായി പരിഷ്കരിക്കുകയും ചെയ്ത ഒരാൾ കൂടിയായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം എന്താ പറയുക, ജീവിതത്തിൻ്റെ മുഖത്ത് നോക്കി കാണുന്ന സത്യങ്ങളെല്ലാം വിളിച്ചു പറയാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയില്ല എന്ന നല്ല ബോധ്യമുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് ജീവിതത്തെക്കുറിച്ച് സത്യസന്ധമായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ ശാശ്വതമായി ഉറപ്പിച്ചു നിർത്താൻ പറ്റില്ല, അത് മാറേണ്ടി വരും. പണ്ട് ബസവേശ്വരൻ ഒരു കവിതയിൽ പറയുന്നുണ്ട്, ഉറച്ചു നിന്നവൻ ഒലിച്ചുപോയി, ചലിച്ചിരുന്നവർ പിടിച്ചു നിന്നു എന്നാണ്. ഈ ചലിച്ചിരിക്കുക എന്നുള്ളത് ജീവിത പ്രവാഹത്തോട് സത്യസന്ധമായിരിക്കുക, ചരിത്ര സംഘർഷങ്ങളോട് സത്യസന്ധമായിരിക്കുക എന്നതാണ്. ആ സത്യസന്ധത അദ്ദേഹം വേറൊരു നിലയിൽ വളരെ ആഴത്തിൽ വച്ച് പുലർത്തി എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് അദ്ദേഹം മാറിക്കൊണ്ടിരുന്ന, ഒരുപക്ഷെ സാമൂഹ്യ ശരീരത്തെ ചികിത്സിക്കാൻ ശ്രമിച്ച അപൂർവ വൈദ്യന്മാരിൽ ഒരാളായിരുന്നു. ഈ ഒരാശയം കൗതുകമുള്ളൊരു കാര്യമാണ്. ഈ ഒരാശയം വേറൊരു നിലയിൽ മാർസിനെ കുറിച്ച് പറയുന്ന ഒരു പുസ്തകത്തിൽ ടെറി ഈഗിൾട്ടൺ ഉപയോഗിക്കുന്നുണ്ട്. 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധി വീണ്ടും യൂറോപ്പിനെ ബാധിച്ച സമയത്ത് ഈഗിൾട്ടൺ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൻ്റെ ശീർഷകം കൗതുകമുള്ളൊരു ഒന്നാണ്, വൈ മാർസ് വാസ് റൈറ്റ്. മാർസ് എന്തുകൊണ്ട് ശരിയായിരുന്നു എന്നാണ് ആ പുസ്തകത്തിൻ്റെ ശീർഷകം. അതിൽ അദ്ദേഹം പറയുന്ന ഒരു രസമുള്ള നിരീക്ഷണം, മാർസിസം മരിച്ചു എന്നാണ് മാർസിസത്തിൻ്റെ വിമർശകരൊക്കെ പറയുന്നത്. വാസ്തവത്തിൽ മാർസിസം മരിച്ചു കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ മാർസിസ്റ്റുകളാണ് എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഈ മാർസിസം എന്ന് പറയുന്നത് മറ്റിസങ്ങളെപ്പോലെ ഒന്നല്ല, അത് മുതലാളിത്തത്തിൻ്റെ ഒരു ചികിത്സയാണ്. മുതലാളിത്തം രോഗാതുരമാക്കുന്ന സമൂഹത്തിൻ്റെ ഒരു ചികിത്സാ പദ്ധതിയാണ് മാർസിസം. അതുകൊണ്ട് നല്ലൊരു ചികിത്സകൻ്റെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ, രോഗികൾ ധാരാളമായിട്ടുണ്ടാകണം എന്നല്ല, രോഗികളില്ലാതാകണം എന്നാണ്. രോഗികളില്ലാതായാൽ അതിൻ്റെ അനന്തരഫലം എന്താണെന്ന് വെച്ചാൽ ഒരു വൈദ്യൻ ആവശ്യമില്ലാണ്ടായിത്തീരും. ഒരു രോഗവുമില്ലെങ്കിൽ പിന്നെ വൈദ്യൻ ആവശ്യമില്ല, ചികിത്സകൻ ആവശ്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യമില്ലാത്ത, ഞങ്ങൾ അപ്രസക്തരായി തീരുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുത്താൻ വേണ്ടിയാണ്
ഞങ്ങൾ മാർക്സിസ്റ്റുകൾ പണിയെടുക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെ ഒരു ലോകം വന്നാൽ മറ്റെല്ലാവരെയും പോലെ സായാഹ്ന വേളകളിൽ കടൽ തീരത്ത് കാറ്റ് കൊള്ളാൻ പോവാനും ഈ മുഷിപ്പൻ കമ്മിറ്റികളിൽ ദിവസവും ദിവസവും അതിനു വേണ്ടി സമയം ചെലവഴിക്കുന്നതിന് പകരം കുഞ്ഞുങ്ങളോടൊപ്പം പാട്ട് കേൾക്കാൻ പോകാനും ഒക്കെ ഞങ്ങൾക്ക് കഴിയും. അത് ഞങ്ങളുടെയും കൂടി ഒരാഗ്രഹമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, നിർഭാഗ്യവശാൽ മുതലാളിത്തത്തിൻ്റെ രോഗാതുരത അവസാനിച്ചിട്ടില്ല. ഞാൻ പറയുന്നത്, ഈ ചികിത്സകൻ എന്ന് പറയുന്നത് ഒരു നിലയ്ക്ക് തന്നെ ഉപേക്ഷിക്കുന്ന ഒരാളാണ്. നല്ല ചികിത്സകനാണെങ്കിൽ കൂടുതൽ രോഗികൾ ഉണ്ടാവണമെന്ന് കരുതുന്ന ഡോക്ടർമാരുടെ ഒരു കാലമാണ്. അത് നല്ല ഡോക്ടറുടെ ലക്ഷണമല്ല എന്ന് പറയാം. കാരണം രോഗമില്ലാണ്ടാവലാണ് ചികിത്സകൻ്റെ ലക്ഷണം. അങ്ങനെ സാമൂഹ്യ ശരീരത്തിൽ നിന്ന് രോഗാതുരതകളെ ഇല്ലാതാക്കുക എന്ന ഒരു താല്പര്യത്തോടെ അനവധി കാര്യങ്ങളിൽ ഏർപ്പെട്ട് പ്രവർത്തിച്ച ഒരാളെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനൊരു നവോത്ഥാന പൈതൃകമുണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത്. നവോത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ എംഗൽസ് ഒരിക്കൽ പറയുന്നുണ്ട്, ഈ നവോത്ഥാന പ്രതിഭകളുടെ സവിശേഷത അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയിൽ പറയുന്നത്, മനുഷ്യ സംബന്ധിയായ എല്ലാ കാര്യങ്ങളിലും താല്പര്യം പുലർത്താത്തവരായി അവരിൽ ആരും ഉണ്ടായിരുന്നില്ല. 5 or 6 മേഖലകളിലൊക്കെ സവിശേഷ ജ്ഞാനമുള്ളവരായിരുന്നു അവരെല്ലാവരും. പിന്നീട് പറയുന്നത്, തനിക്ക് പൊള്ളലേൽക്കും, തൻ്റെ ശരീരത്തിന് കേടുതട്ടും എന്നോർത്ത് സ്വന്തം അഭിപ്രായങ്ങൾ മറച്ചു വച്ചവരായി അവരിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പല കാര്യങ്ങളിൽ ബഹുകാര്യ വ്യഗ്രമായി ജീവിക്കുകയും പല കാര്യങ്ങളിൽ ഇടപെടുകയും നിർഭയമായി അഭിപ്രായം പറയുകയും അതുണ്ടാക്കുന്ന എല്ലാ തരത്തിലുള്ള സംഘർഷങ്ങളെയും ഒരു പ്രയാസവുമില്ലാതെ ഏറ്റെടുക്കുകയും ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചെളിവാരിക്കളയൽ, സാമൂഹ്യ ജീവിതത്തിലെ അഴുക്കില്ലാതാക്കൽ, അത് ഏറ്റെടുത്ത ഒരാളായിരുന്നു അഴീക്കോട് മാഷ്. ഇന്ന് അദ്ദേഹം നിറവേറ്റിയ ദൗത്യത്തിൻ്റെ ആ വലിപ്പം നമുക്ക് അനുഭവവേദ്യമാകണമെന്നില്ല. കാരണം അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളെക്കാളും അദ്ദേഹം നടത്തിയ മറ്റു തരത്തിലുള്ള ഇടപെടലുകളെക്കാളും ഒരുപക്ഷെ കേരളീയ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയത് അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള നിരന്തരമായ സമരങ്ങളായിരുന്നു. ആ സമരങ്ങളൊക്കെ ഓരോ ഘട്ടം കഴിയുമ്പോൾ പതുക്കെ അവസാനിച്ചു പോകും, ഓരോ പ്രശ്നം കഴിയുമ്പോഴും. പണ്ട് വിജയൻ മാഷോട് ഒരു അഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട്, പുരോഗമന സാഹിത്യം ശാശ്വതമല്ലല്ലോ, അതിന് നിത്യതയൊന്നുമില്ലല്ലോ, പെട്ടെന്ന് പിൻവാങ്ങുകയല്ലേ. അപ്പം മാഷ് അതിന് പറഞ്ഞ വളരെ മൗലികമായൊരു മറുപടി, പുരോഗമന സാഹിത്യം ചരിത്രത്തിൻ്റെ ഇന്ധനമാണ് എന്ന് പറഞ്ഞിട്ട് മാഷ് പറഞ്ഞു, വണ്ടി ഓടിക്കഴിഞ്ഞിട്ട് പെട്രോൾ എവിടെയെന്ന് ചോദിക്കരുത് എന്ന് പറഞ്ഞു. വണ്ടി ഓടി. അതുകൊണ്ട് നിങ്ങളിവിടെ വരെ എത്തിയത് കത്തിത്തീർന്ന കവിത കൊണ്ടാണ്, കത്തിത്തീർന്ന കഥ കൊണ്ടാണ്, കത്തിത്തീർന്ന നോവൽ കൊണ്ടാണ്. അത് കഴിഞ്ഞു. എന്നേക്കും നിലനിൽക്കാൻ വേണ്ടിയിട്ടല്ല പുരോഗമന സാഹിത്യം പലപ്പോഴും നിലനിൽക്കുന്നത്. ആ ലോകത്തെ കുറെ കൂടി മെച്ചപ്പെടുത്താനാണ്. ആ മെച്ചപ്പെട്ട ലോകത്താണ് നിങ്ങൾ നിൽക്കുന്നത്. ഇന്ന് കേരളത്തിൽ ഇത് എല്ലാവരോടും പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ പുരോഗമന സാഹിത്യം എന്നുള്ള നിലയ്ക്ക് പറയുകയല്ല. ഞാൻ കഴിഞ്ഞ ദിവസം വെറുതെ ചില കണക്കുകൾ നോക്കിയപ്പോൾ 1956 കേരളം നിലവിൽ വന്ന് 1959 കേരളത്തിലെ ഒരു സാമ്പത്തിക സർവേ നടക്കുമ്പോൾ 59 കേരളത്തിലെ ജനസംഖ്യയിൽ 69% പേർ ദരിദ്രരാണ്. 69%. അന്ന് അഖിലേന്ത്യാ തലത്തിൽ ദാരിദ്ര്യത്തിൻ്റെ തോത് 45%. കേരളത്തിൽ അന്ന് 69%. ഇന്ത്യയിലെ ഏറ്റവും ദരിദ്ര സംസ്ഥാനമാണ് 70 കൊല്ലം മുമ്പ് കേരളം. ഏറ്റവും ദരിദ്രമായ സംസ്ഥാനമാണ്. 2026 കേരളത്തിലെ ദാരിദ്ര്യത്തിൻ്റെ തോത് നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് 0.48, 0.5% താഴെയാണ്. അഖിലേന്ത്യാ ശരാശരി ഇപ്പോൾ 11.4, ഏതാണ്ട് 12%. 70 കൊല്ലം കൊണ്ട് ഈ 69 നിന്ന് 0.5% കേരളം ഇങ്ങനെ നടന്നെത്തിയത് വെറുതെയല്ല. ഇങ്ങനെ കത്തിപ്പോയ കവിതകൾ, കത്തിപ്പോയ കഥകൾ, കത്തിത്തീർന്ന ജീവിതങ്ങൾ ഒക്കെ ചേർന്നുണ്ടാക്കിയൊരു പരിവർത്തനമാണ് അത്. അതിന് ഇന്ന് വേറെ അടയാളങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുദ്രകളൊന്നും കാണാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ അവ ഇല്ലായിരുന്നുവെങ്കിൽ, ആ സമരങ്ങളും ആ എഴുത്തുകളും ആ പോർവിളികളും ഇല്ലായിരുന്നുവെങ്കിൽ നിശ്ചയമായും നമ്മൾ ഇങ്ങനെ ഒരു സമൂഹമാകുമായിരുന്നില്ല എന്ന ഓർമ്മ വാസ്തവത്തിൽ കേരളത്തിന് ഇന്ന് എത്രയുണ്ട് എന്നത് സംശയകരമാണ്.
കാരണം നമ്മൾ പലരും ഇപ്പം കരുതണത് കേരളം ഇന്നും ഇങ്ങനെ തന്നെയായിരുന്നു എന്നാണ്. ഇന്ത്യ മുഴുവൻ നടന്നു കണ്ട ഒരാളായിരുന്നു വിവേകാനന്ദൻ. കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതൊരു ഭ്രാന്താലയാണെന്ന് പറഞ്ഞത്. ഇന്ത്യ മുഴുവൻ നടന്ന ആളാണ്. അമ്മാതിരി ഒരു ലോകത്ത് നിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു സമൂഹമായി മാറിയത്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ അഴീക്കോട് മാഷെ സംബന്ധിച്ച് ഈ സമൂഹത്തെ നവീകരിക്കാനുള്ള ഒരു നിത്യസമരം എന്നതിനപ്പുറം തൻ്റെ സാഹിത്യപരമോ തത്വചിന്താപരമോ ഒക്കെയായ ആലോചനകളെ അതിനു മുകളിൽ അദ്ദേഹം പ്രതിഷ്ഠിച്ചോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്ക് ഇല്ലെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസക്തിയെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ കൊണ്ടോ അദ്ദേഹം നടത്തിയ അത്തരത്തിലുള്ള ഇടപെടലുകൾ കൊണ്ടോ മാത്രമല്ല, ഒരു സാമൂഹ്യ നവീകരണത്തിൻ്റെ ഒരു ഊർജം എന്ന നിലയിൽ അദ്ദേഹം ഏതാണ്ട് അരനൂറ്റാണ്ടിലധികം കാലം നടത്തിയ പോരാട്ടങ്ങളെ കൂടി മുൻനിർത്തി വേണം അദ്ദേഹത്തെ വിലയിരുത്താൻ. അങ്ങനെ പറയാൻ നമുക്കധികം പേരൊന്നുമില്ല എന്നുകൂടി അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പറയേണ്ടതുണ്ട്. ഒരുപാട് പ്രതലങ്ങളിൽ അദ്ദേഹം ജീവിച്ചു എന്ന് നമുക്കറിയാം. അദ്ദേഹം നിരൂപകനായിരുന്നു, അദ്ദേഹം അധ്യാപകനായിരുന്നു, പ്രഭാഷകനായിരുന്നു, സാമൂഹ്യ വിമർശകനായിരുന്നു, പത്രാധിപരായിരുന്നു. ചില സന്ദർഭങ്ങളിലൊക്കെ വലിയൊരു ആക്ടിവിസ്റ്റിനെ പോലെ പ്രവർത്തിച്ചു. കേരളത്തിലെ വലിയ ഗാന്ധിയന്മാരിൽ ഒരാളായിരുന്നു. ഒരുപാട് ജീവിത രീതികൾ അദ്ദേഹം കടന്നുപോയ വഴികളിൽ ഉണ്ട് എന്ന് പറയാൻ പറ്റും. സംസ്കൃതജ്ഞാനമുള്ള ആളായിരുന്നു, മലയാളത്തിലെ വലിയ പണ്ഡിതനായിരുന്നു. അങ്ങനെ പല പ്രതലങ്ങളിൽ വലിയ പദവികളിലൊന്നും അദ്ദേഹം ഇരുന്നിട്ടില്ല. ആകെ ഒരുപക്ഷെ നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ചെയർമാൻ പോലെയുള്ള വളരെ അപൂർവം പദവികൾ മാത്രമാണ്, വളരെ ചെറിയ പദവികളിലാണ് അദ്ദേഹം ഇരുന്നതെങ്കിലും പദവിയുടെ വലിപ്പമൊന്നുമില്ലാതെ തന്നെ അദ്ദേഹം തൻ്റെ ജീവിതം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിറവേറ്റി. ഞാൻ ഈ നേരത്തെ പറഞ്ഞ മംഗലാപുരത്തെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഒരു തൊഴിൽ തേടി ഡൽഹിക്ക് പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സുഹൃത്തു കൂടിയായിരുന്ന ഒരാളുടെ കത്തുമായിട്ട് വി.പി. മേനോനെ കാണാനായിട്ടാണ് അദ്ദേഹം ഡൽഹിക്ക് പോകുന്നത്. ഡൽഹിയിൽ ചെന്ന് അദ്ദേഹം വി.പി. മേനോനെ കണ്ടു. അദ്ദേഹത്തിന് ഡൽഹിയിലൊരു ജോലിയൊക്കെ വി.പി. മേനോൻ ഇടപെട്ട് തയ്യാറാക്കിയ സമയത്ത് ഡൽഹി അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതെ വരികയും അദ്ദേഹം മടങ്ങിപ്പോരുകയും ചെയ്തു. മടങ്ങിപ്പോകുന്ന വഴിക്ക് അദ്ദേഹം ആത്മകഥാക്കുറിപ്പിൽ ഒരിടത്ത് പറയുന്നുണ്ട്, തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ വാർധയിലിറങ്ങി ഗാന്ധിയെ കണ്ടു എന്ന് പറയുന്നുണ്ട്. ഗാന്ധിയെ കണ്ടു. അത് വലിയൊരു കാഴ്ചയായിരുന്നു. പിന്നീട് ജോൺ പോൾ മാർപ്പാപ്പ കേരളത്തിൽ വന്നപ്പോൾ മാർപ്പാപ്പയുമായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ച കുറച്ച് പേരിലൊരാളായിരുന്നു, സാഹിത്യമേഖലയിൽ നിന്നൊരാൾ അഴീക്കോട് മാഷായിരുന്നു. അഴീക്കോട് മാഷോടൊരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചു, അങ്ങ് കണ്ട ഏറ്റവും മഹാനായ മനുഷ്യൻ മാർപ്പാപ്പയാണോ എന്ന് ചോദിച്ചു. അതിന് മാഷ് പറഞ്ഞ മറുപടി, ആണെന്നെനിക്ക് പറയാൻ പറ്റാത്തത് ഞാൻ ഗാന്ധിയെ കണ്ടിട്ടുണ്ട് എന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അതിന് മറുപടി പറയുന്നുണ്ട്. അല്ലാന്ന് പറഞ്ഞിട്ടില്ല, ആണെന്നെനിക്ക് പറയാൻ പറ്റാത്തത് മാഷുടെ ഒരു രീതി അങ്ങനെയാണ്. പലപ്പോഴും വളരെ സട്ടിലായിട്ടുള്ള, ചിലപ്പോൾ ഒരു മറയുമില്ലാതെ വിമർശിക്കും കേട്ടോ. അദ്ദേഹത്തിൻ്റെ വിമർശനത്തിന് രണ്ട് രീതികളുണ്ട്. ഒരു മറയുമില്ലാതെ ഒരുപക്ഷെ നമുക്ക് പേടി തോന്നുന്ന നിലയിൽ അദ്ദേഹം തുറന്നടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്. മറുഭാഗത്ത് ചിലപ്പോൾ ഇങ്ങനെ വളരെ സൗമ്യമായ ഒരു വിമർശന രീതിയും അല്ലെങ്കിൽ ഒരു പ്രതികരണ രീതിയും ഉണ്ട്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയുമായിട്ട് വലിയ യുദ്ധങ്ങളിൽ ഏർപ്പെട്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ യുദ്ധങ്ങളുടെ സമയത്തും മാരകമായ ഭാഷയിലാണ് പലപ്പോഴും പറഞ്ഞിരുന്നത്. പറവൂര് കേസരി ബാലകൃഷ്ണപിള്ളയുടെ ശതാബ്ദി സെമിനാർ ഉദ്ഘാടനം ചെയ്യാനായിട്ട്, അതിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ മാഷാണ് വന്നത്. അപ്പോൾ സ്വാഗതം പറഞ്ഞ മുനിസിപ്പൽ ചെയർമാൻ, അതുവരെ വന്ന ആളുകളുടെ പേര് ശങ്കർദയാൽ ശർമ്മയൊക്കെ വന്നിട്ടുണ്ട്. അന്ന് വൈസ് പ്രസിഡൻറ്റോ അതോ രാഷ്ട്രപതി തന്നെയോ ആണ്. അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ സമയത്ത് ഈ പറയുന്ന വലിയ നേതാവിൻ്റെ പേരുമൊക്കെ പറഞ്ഞു. അപ്പോൾ അഴീക്കോട് മാഷ് പ്രസംഗം തുടങ്ങിയപ്പോൾ മാഷ് പറഞ്ഞത്, ചെയർമാൻ ഇവിടെ സ്വാഗത പ്രസംഗം പറഞ്ഞത് കേട്ടപ്പോൾ ഇവിടെ വരാൻ പാടില്ലാത്ത ചിലരും വന്നതായിട്ട് ഞാൻ മനസ്സിലാക്കി. അവിടെ തീർന്നില്ല, അടുത്ത വരി, പിന്നെ ചിലതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലേ, ഇപ്പം ഞാൻ വരുമ്പോൾ കൂടെ എൻ്റെ ചെരുപ്പ് വരും. ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയുന്ന വാക്യമാണ്. അങ്ങനെയൊക്കെ പറയാനൊരു പ്രയാസവും മാഷ്ക്കില്ലായിരുന്നു. അതേസമയം ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഒരാൾ ദൈവത്തിനെതിരെ മാഷ് നടത്തിയൊരു വിമർശനം എനിക്ക് ഓർമ്മയുണ്ട്. മാഷൊരു സന്ദർഭത്തിൽ പറഞ്ഞത്,
യഥാർത്ഥത്തിൽ മനുഷ്യരോട് സ്നേഹമുണ്ടെങ്കിൽ മദർ തെരേസ ചെയ്തതുപോലെ അശരണരായ മനുഷ്യരെ എടുത്ത് പരിപാലിക്കുകയും അനാഥരായ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയുമാണ് വേണ്ടത്. എന്നിട്ടടുത്ത് വരി, അല്ലാതെ മുമ്പിൽ വന്നിരിക്കുന്ന കൊടവയർമാരെ കെട്ടിപ്പിടിക്കുകയല്ല. അത് വലിയ ക്ഷോഭമുണ്ടാക്കി. മാഷയുടെ വീട്ടിലേക്ക് ജാഥയൊക്കെ നടത്തി. അപ്പോൾ മാഷ് അവരെ വരവേൽക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞത്, ഇങ്ങനെ പല സന്ദർഭങ്ങളിലും പരുഷം എന്ന് പറയാവുന്ന മട്ടിൽ അതിനിശിതമായ വിമർശനങ്ങൾ മാഷ് ഉന്നയിക്കും. മറുഭാഗത്ത് ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സൗമ്യമെന്ന് പറയാവുന്ന എന്നാൽ വളരെ സൂക്ഷ്മതയുള്ള വിശദീകരണങ്ങളും അദ്ദേഹം നടത്തും. അങ്ങനെ പത്രാധിപരായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തുടങ്ങുന്നത്. പിന്നെ സാഹിത്യ വിമർശനത്തിൻ്റെയും പ്രഭാഷണത്തിൻ്റെയും സാമൂഹ്യ വിമർശനത്തിൻ്റെയും പലതരത്തിലുള്ള സ്രോതസ്സുകൾ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയാം. മാഷ് ആദ്യമായിട്ട് എഴുതിയത് രൈരു നായരുടെ ശാകുന്തളം തർജ്ജമയെക്കുറിച്ചൊരു പഠനമാണ്. ചിറക്കൽ രാജാസിലെ അധ്യാപകൻ കൂടിയായിരുന്ന രൈരു നായരുടെ ശാകുന്തള പരിഭാഷയ്ക്കുള്ള ഒരു പഠനം എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ എഴുത്ത് വരുന്നത്. പിന്നെ ധാരാളം എഴുത്തുകൾ നടത്തി. സാഹിത്യ വിമർശകൻ എന്ന നിലയിൽ മാഷുടെ, എൻ്റെ ഒരു തോന്നൽ ഞാൻ പറയാം, മാഷുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചോദനം കുട്ടിക്കൃഷ്ണ മാരാരായിരുന്നു. കുട്ടിക്കൃഷ്ണ മാരാരെ കുറിച്ചുള്ള ഏറ്റവും നല്ല മലയാളത്തിലെ പഠനം കലജീവിതം തന്നെ എന്ന കൃതിക്ക് അഴീക്കോട് മാഷ് എഴുതിയ ആമുഖമാണ്. മാരാരെ ആമൂലാഗ്രം പ്രതിഷ്ഠിക്കുന്ന ഒരു പഠനമാണത്. മാരാരുടെ രണ്ട് സവിശേഷതകൾ മാഷ്ക്കുണ്ട്. ഒന്ന്, മാരാരിൽ കാണുന്ന തർക്കബുദ്ധിയാണ്. മാരാര് വളരെ താർക്കിക സ്വഭാവമുള്ള ഒരു വിമർശകനാണ്. എല്ലായ്പ്പോഴും അല്ല കേട്ടോ. ഇപ്പോൾ ഭാരതപര്യടനത്തിൽ ഈ താർക്കികതയെ നമുക്ക് കാണാൻ പറ്റില്ല. മലയാളം കണ്ട എക്കാലത്തെയും മഹിമയുള്ള ഒരു മഹാഭാരത ആലോചന ഭാരതപര്യടനാണ്. അതിലൊട്ടും താർക്കികതയില്ല. എന്നാൽ മാരാര് മറ്റു പല സ്ഥലങ്ങളിലും ആവശ്യമില്ലാതെ തന്നെ താർക്കികത കൊണ്ടുവരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ പുരോഗമന സാഹിത്യം എന്ന ആശയത്തോടുള്ള വിരോധം മാരാരിൽ വളരെ ശക്തമായിരുന്നു. വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ഒക്കെ മാരാരത് പറയുമായിരുന്നു. ഇപ്പോൾ വൈലോപ്പിള്ളിയുടെ കന്നിക്കൊയ്ത്തിന് അവതാരിക എഴുതിയ സമയത്ത് അതിലാണ് മാമ്പഴം ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അപ്പോൾ അതിന് അവതാരിക എഴുതുന്ന കൂട്ടത്തിൽ മാരാർ ഒരു വരി എഴുതുന്നുണ്ട്. ഇതിലെ അമ്മ 1 റുപ്യ വരുമാനക്കാരിയാണോ 10 റുപ്യ വരുമാനക്കാരിയാണോ എന്ന് അറിഞ്ഞിട്ട് വേണം ഈ കവിത ആസ്വദിക്കാൻ എന്ന് കരുതുന്ന ഒരു സാഹിത്യ കക്ഷി ഇവിടെ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല എന്ന്. ഒരു കാര്യമില്ല, അങ്ങനെയൊന്നും പറയണ്ട. പക്ഷേ മാരാർ തന്നെ പറയുന്നുണ്ട്, പുരോഗമന സാഹിത്യത്തോടുള്ള തൻ്റെ എതിർപ്പിനെ കുറിച്ച് മാരാർ പറഞ്ഞത്, കണ്ടിടത്ത് വെച്ച് എതിർക്കണം എന്ന് ഞാൻ തീരുമാനിച്ച ഒരു പ്രസ്ഥാനമാണ് പുരോഗമന സാഹിത്യം എന്നാണ്. പക്ഷേ ആ മാരാർ ഏറ്റവും ഒടുവിൽ പറയുന്നൊരു കാര്യമാണ്, നിലപാടൊന്നും മാറ്റിയെന്നല്ല ഞാൻ പറയുന്നത്, മാരാർ ഏറ്റവും ഒടുവിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാഹിത്യമെന്ന് പറയുന്നത് ഒരു കേവലമായ രസാസ്വാദനമല്ല എന്നും അതിനൊരു ധാർമ്മിക തലമുണ്ട് എന്നും കേരളീയരെ ബോധ്യപ്പെടുത്തുന്നതിൽ ഏറ്റവും കൂടുതൽ വിജയിച്ചത് പുരോഗമന സാഹിത്യമാണ് എന്ന് മാരാർ ഇതിനെ വിലയിരുത്തിയിട്ടുണ്ട്. മാരാർക്ക് അതിൻ്റെ സ്രോതസ്സ് നിശ്ചയമായിട്ടും ഇന്ത്യൻ സാഹിത്യ പാരമ്പര്യമാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് മാരാർ ആശ്രയിച്ച സാഹിത്യ തത്വങ്ങളിൽ തന്നെ ധാർമ്മികത എന്ന് പറയുന്നത് സാഹിത്യത്തിൻ്റെ ഒരു ആധാര തത്വമാണ് എന്ന് മാരാർക്കറിയുമായിരുന്നു. മാരാർ ഏറ്റവും കൂടുതൽ പിൻപറ്റിയത് അനുമതി സിദ്ധാന്തത്തെയാണ്. അതിലൊക്കെ തന്നെ മാരാർ ഈ ധാർമ്മികത എന്നുള്ളൊരു മൂല്യത്തെ കാണുന്നുണ്ട്. പുരോഗമന സാഹിത്യത്തെ അതുമായി ചേർത്ത് വെച്ച് ആലോചിക്കാനും മാരാർ മുതിരുന്നുണ്ട്. ആ നിലയിൽ മാരാരിൽ നിന്ന് കൈവന്ന ഈ താർക്കിക സ്വഭാവം മാഷുടെ പ്രധാനപ്പെട്ട വിമർശനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ ഇവിടെ പരാമർശിച്ച ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു. ഇന്ന് നിങ്ങളെടുത്ത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ വളരെ പോളമിക്കലായ, തീർത്തും താർക്കികമായ ഒരു വാദമായിട്ടല്ലാതെ ആ കൃതിക്ക് മറ്റൊരു വലിയ നിലനിൽപ്പുണ്ട് എന്ന് ഇപ്പോഴത്തെ നിലയിൽ നോക്കിയാൽ തോന്നില്ല. അതുപോലെ തന്നെ മാഷ് ഇടപെട്ട രണ്ടാമത്തെ ഒരു കൃതി ഞാൻ ഈ നേരത്തെ പറഞ്ഞ രമണനും മലയാള സാഹിത്യവും എന്ന പേരിൽ മലയാളത്തിലെ കാൽപ്പനികതയെക്കുറിച്ചുള്ള മാഷുടെ വിലയിരുത്തലും ഇന്നത്തെ നിലയിൽ അത് പിൽക്കാലത്തെ ഒരു പര്യാലോചനയ്ക്ക് വിധേയമാകാൻ പ്രയാസമുള്ള, അല്ലെങ്കിൽ നിലനിൽക്കാൻ പ്രയാസമുള്ള ഒരു വിലയിരുത്തലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ശങ്കരക്കുറുപ്പ് വിമർശനത്തിലാകട്ടെ, രമണൻ വിമർശനത്തിലാകട്ടെ, പുരോഗമന സാഹിത്യത്തിലാകട്ടെ ഒക്കെ ഈ പറയുന്ന ഒരു പോളമിക്കൽ എന്ന് വിളിക്കാവുന്ന ഒരു കാര്യം അതിശക്തിയായി പറഞ്ഞുറപ്പിച്ച്
ആ കാര്യത്തെ എന്താ പറയുക, തൻ്റെ സാഹിത്യ വിചാരത്തിൻ്റെ കേന്ദ്രത്തിൽ സ്ഥാപിച്ചെടുക്കുക എന്ന മട്ടിലുള്ള ഒരു സമീപനം മാഷിൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ആശാനും ആശാൻ്റെ സീതാകാവ്യമാണ് മാഷുടെ ആദ്യത്തെ, 1954 ആ കൃതി വരുന്നത്. മാഷുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട സാഹിത്യ വിമർശന ഗ്രന്ഥം ആശാൻ്റെ സീതാകാവ്യമാണ്. ഈ ആശാൻ്റെ സീതാകാവ്യത്തിന് അദ്ദേഹം ഫ്രോയിഡിയൻ മനോവിജ്ഞാനത്തെ ആശ്രയിക്കുകയും ഫ്രോയിഡിൻ്റെ മനോവിജ്ഞാന രീതിയെ മുൻനിർത്തിയിട്ട്, ഈ ചായ കൊടുക്കുമ്പോൾ പ്രസംഗിച്ചാലുള്ള കുഴപ്പമെന്താണെന്ന് വെച്ചാൽ, പ്രസംഗത്തെക്കാളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ചായ എന്ന് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ്. അത് പൊതുവിൽ പണ്ട് കാരശ്ശേരി മാഷ് ഒരിക്കൽ പറയുന്നുണ്ട്, ഇതിൻ്റെ ഒരു തകരാറെന്താന്ന് വെച്ചാൽ, എനിക്ക് ചായയും കിട്ടില്ല, ഞാൻ പ്രസംഗിക്കുകയും വേണം, നിങ്ങൾക്ക് പ്രസംഗിക്കുകയും വേണ്ട, ചായയും കിട്ടും, അപ്പോൾ 2 നഷ്ടമാണ് എനിക്കെന്ന് മാഷ് പറയും. അപ്പോൾ മാഷ് അതിൽ മനോവിജ്ഞാനത്തെ ആശ്രയിച്ചുകൊണ്ട് സീതാകാവ്യത്തെ വിലയിരുത്താൻ നടത്തുന്ന ആ ശ്രമത്തിലും സൂക്ഷിച്ചു നോക്കിയാൽ സീതാകാവ്യത്തിൻ്റെ മൗലികമായ ഒരു വിമർശന മൂല്യത്തേക്കാൾ ആശാൻ്റെ സീത വാൽമീകിയുടെ സീതയുടെ ഒരു തുടർച്ച തന്നെയാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു നിലപാടാണ് മാഷ് അതിലെടുക്കുന്നത്. അതായത് വാൽമീകി മുമ്പോട്ട് വച്ച സീതാസങ്കല്പത്തെ തന്നെയാണ് ഏറെക്കുറെ ആശാനും പിൻപറ്റുന്നത്. അതല്ലാതെ അത് രാജാധികാരത്തിനെതിരെയോ ബ്രാഹ്മണ്യത്തിനെതിരെയോ പുരുഷാധികാരത്തിനെതിരെയോ ഒക്കെയുള്ള ആശാൻ്റെ ഒരു വിമർശനമാണ് എന്ന ഒരു വീക്ഷണത്തെ മാഷ് ആ കൃതിയിൽ അംഗീകരിക്കുന്നില്ല. അതിനെ മറിച്ച് സ്ഥാപിക്കാനുള്ളൊരു ശ്രമമാണ്. അതിപ്പോഴും വളരെ ശക്തമാണ്. സീതാകാവ്യത്തിൻ്റെ ശതാബ്ദി സന്ദർഭത്തിൽ ലീലാവതി ടീച്ചറൊക്കെ നടത്തിയ പഠനങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇത്തരം ഒരാശയം കാണാൻ പറ്റും. ആശാൻ്റെ ഒരുപക്ഷെ ആശാൻ കവിതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശന സ്വരം നമ്മൾ കാണുന്നത് ദുരവസ്ഥയും ചണ്ഡാലഭിക്ഷുകിയും മാറ്റിവെച്ചാൽ ജാതി വിമർശനത്തിൻ്റെ, പുരുഷാധികാര വിമർശനത്തിൻ്റെ, രാജാധികാര വിമർശനത്തിൻ്റെ ഏറ്റവും ശക്തമായ സ്ഥാനമാണ് ചിന്താവിഷ്ടയായ സീത. മാഷ് അതിനങ്ങനെയല്ല ആ കൃതികളിൽ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ്, ഇങ്ങനെ സാഹിത്യ വിമർശകൻ എന്ന നിലയിലുള്ള മാഷുടെ ഇടപെടലുകളെ ഇന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അവ താരതമ്യേന അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി കാലത്ത് രൂപപ്പെട്ട സാഹിത്യ അഭിരുചിയുടെ, ക്ലാസിക്കൽ എന്ന് വിളിക്കാവുന്ന സാഹിതീയ പക്ഷപാതിത്വത്തിൻ്റെ ഒരു ആവിഷ്കാരമാണ് എന്ന് കാണാൻ പറ്റും. എന്നാൽ അവിടെ നിന്ന് മാഷ് ഈ വീക്ഷണങ്ങളൊക്കെ മാഷ് കൈയൊഴിയുകയോ അല്ലെങ്കിൽ ആകമാനം തിരുത്തി പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ പിൽക്കാലത്തെ ചില ബോധ്യങ്ങളിൽ ഇതിൽ നിന്ന് ഭിന്നമായ വളരെ പ്രധാനപ്പെട്ട ചില ഇടപെടലുകളുണ്ട് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. മാഷുടെ കൃതികളിൽ ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ 3 വളരെ പ്രധാനപ്പെട്ട രചനകളുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം 50ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് 3 എന്ന് പറയുന്നത് സാങ്കേതികമായ ഒരു അർത്ഥത്തിലാണ് എന്ന് കണക്കാക്കുക, അത്രയേ ഉള്ളൂ എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷെ 3 കൃതികൾ വളരെ പ്രധാനമാണ്. അതിലൊന്ന് നമുക്കൊക്കെ അറിയുന്ന തത്വമസി എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ്. 1984 മറ്റാണ് ആ പുസ്തകം പുറത്തു വരുന്നത്. ഇപ്പോൾ അത് ധാരാളമായി വിറ്റഴിക്കപ്പെടുന്നു. 3 ഭാഗങ്ങളായിട്ട് ക്രമീകരിച്ച ഒരു പുസ്തകമാണ്. 3 ഭാഗങ്ങളിലെയും ശീർഷകങ്ങൾ വളരെ സാധാരണമാണ്. 1-ാം ഭാഗം ഉപനിഷത്ത്, 2-ാം ഭാഗം ഉപനിഷത്തുകൾ, 3-ാം ഭാഗം ഉപസംഹാരം എന്നിങ്ങനെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് എന്താണ് ഉപനിഷത്ത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കൈപ്പുസ്തകം എന്ന് തോന്നിക്കുന്ന മട്ടിലാണ് ആ പുസ്തകം സംവിധാനം ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ പുസ്തകത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ മാഷ് എടുക്കുന്ന ഒരു നിലപാട് വളരെ സവിശേഷമാണ്. ഉപനിഷത്ത് എന്ന പേരിൽ എത്രയെങ്കിലും കൃതികൾ ഇന്ത്യയിലുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. 18-ാം നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായ അള്ളോപനിഷത്ത് വരെയായി ഉപനിഷത്തുകളുടെ ഒരു വലിയ പരമ്പര നമുക്ക് കാണാം. എങ്കിലും മാഷ് അതിൽ പ്രധാനമായി കാണുന്നത് ദശോപനിഷത്തുകളെയാണ്. പ്രാചീന ഉപനിഷത്തുകൾ എന്ന് വിളിക്കുന്ന ശങ്കരൻ ഭാഷ്യം എഴുതിയ ദശോപനിഷത്തുകളെ പ്രധാനമായി കാണുകയും ദശോപനിഷത്തുകളിൽ തെളിയുന്ന തത്വചിന്താപരമായ ആലോചനകളെ ഇന്ത്യയുടെ ചിന്താപാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനമായിട്ട് ഉറപ്പിക്കുകയും യജ്ഞയാഗ പാരമ്പര്യങ്ങളിലേക്ക് ഇന്ത്യൻ പാരമ്പര്യത്തെ കൊണ്ടുപോയ ബ്രാഹ്മണങ്ങളെയും അതിൻ്റെ വഴിയിൽ ജനിച്ച ആശയങ്ങളെയുമൊക്കെ
സംശയമേതുമില്ലാതെ തള്ളിക്കളയുകയും ചെയ്യുന്നൊരു നിലപാടാണ് മാഷ് ആ പുസ്തകത്തിൽ എടുക്കുന്നത്. ഈശാവാസ്യം മുതൽ ബൃഹദാരണ്യകം വരെയുള്ള 10 ഉപനിഷത്തുകളാണ് നമ്മൾ ദശോപനിഷത്തുകൾ എന്ന് പൊതുവെ പറഞ്ഞു പോരുന്നത്. ഈശം, കേനം, കഠം, പ്രശ്നം, മുണ്ടകം, മാണ്ഡൂക്യം, തൈത്തരീയം, ഐതരേയം, ചാന്തോഗ്യം, ബൃഹദാരണ്യകം എന്നിങ്ങനെ 10 ഉപനിഷത്തുകളാണ്. ഈ 10 ഉപനിഷത്തുകളിൽ തെളിയുന്ന 4 മഹാവാക്യങ്ങളെ മാഷ് സവിശേഷമായി പരിശോധിക്കുന്നുണ്ട്. പ്രജ്ഞാനം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തത്വമസി തുടങ്ങിയ ആശയങ്ങളെയൊക്കെ പരിശോധിച്ചിട്ട് ഈ ആശയങ്ങൾ മനുഷ്യാവസ്ഥയെയും ജീവിതത്തെയും സംബന്ധിക്കുന്ന സാർവത്രിക സത്യങ്ങളെക്കുറിച്ചാണ് ആരായുന്നതെന്നും, എന്നാൽ ഇതിൻ്റെ തന്നെ തുടർച്ച എന്ന പോലെ വേദഭാഗങ്ങൾ എന്ന നിലയ്ക്കും വേദപാരമ്പര്യം എന്ന നിലയ്ക്കുമൊക്കെ വന്ന നമ്മുടെ ബ്രാഹ്മണങ്ങളുടെയും അതുപോലെ യജ്ഞയാഗ പാരമ്പര്യങ്ങളുടെയും വഴി വാസ്തവത്തിൽ ഇതിനെതിരാണ് എന്നുമുള്ളൊരു വിഭജന യുക്തിയെ അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുകയും അതുകൊണ്ട് ഇന്ത്യൻ പാരമ്പര്യം എന്നതിനുള്ളിൽ തന്നെ ഒരു പിളർപ്പിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അതിനെ നോക്കിക്കാണാനാണ് മാഷ് ശ്രമിക്കുന്നത്. ഇതിനോട് യോജിക്കുകയും വിയോജിക്കുകയൊക്കെ ചെയ്യാം, ഞാൻ അത് പറയാൻ ഒരാളല്ല. പക്ഷേ ഇങ്ങനൊരു പൊസിഷൻ മാഷ് ആ പുസ്തകത്തിൽ എടുക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, വളരെ കൗതുകകരമായ നിലയിൽ ഏതാണ്ട് ഇതിന് സമാനമായൊരു നിലപാട് ഇന്ത്യയിൽ വളരെ മുമ്പ്, മാഷ് അത് നിശ്ചയമായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ അങ്ങനെ ഒരു നിലപാട് മുമ്പ് എടുത്തിട്ടുള്ളത് അത്ഭുതകരമായ രൂപത്തിൽ അംബേദ്കറാണ്. അംബേദ്കർ ഉപനിഷത്തുകളെക്കുറിച്ച് എന്തെങ്കിലും പോസിറ്റീവായി പറയുമെന്ന് നമ്മൾ സാധാരണ നിലയിൽ പ്രതീക്ഷിക്കില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ റിഡിൽസ് ഓഫ് ഹിന്ദുയിസം എന്ന കൃതിയിൽ അദ്ദേഹം ഉപനിഷത്തുകളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ നടത്തുന്ന ഒരു നിരീക്ഷണം വളരെ പ്രധാനമാണ്. അദ്ദേഹം പറയുന്ന ആശയം ഏതാണ്ട് ഇങ്ങനെയാണ്. അദ്ദേഹം പ്രാചീന ഉപനിഷത്തുകളിലെ ആശയത്തെ അദ്ദേഹം സവിശേഷമായ ഒരു പേരിട്ട് വിളിക്കുന്നുണ്ട്. അത് ബ്രഹ്മയിസം എന്നാണ്. ബ്രഹ്മസിദ്ധാന്തം അല്ലെങ്കിൽ ബ്രഹ്മവാദം, സർവം ഖലിത്വം ബ്രഹ്മ എന്നെല്ലാം പറയുന്ന ഏകമായൊരു ചൈതന്യം ഇതിലെല്ലാം നിലീനമായിരിക്കുന്നു എന്ന ആശയത്തെ എടുത്തിട്ട് അംബേദ്കർ പറയുന്നത് വാസ്തവത്തിൽ ആധുനിക ജനാധിപത്യത്തിലേക്ക് അടുത്ത് നിൽക്കുന്ന, ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാശയമാണ് ഇത്, ഈ ബ്രഹ്മസിദ്ധാന്തം. എന്നാൽ പിൽക്കാലത്ത് ഈ ബ്രഹ്മസിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ സമ്പൂർണമായി നിരസിച്ചുകൊണ്ട് മനുഷ്യരെ പല തട്ടുകളായി തിരിച്ച് ജാതീകൃതമായ ശ്രേണി വ്യവസ്ഥയായി മനുഷ്യരെ മാറ്റുന്ന ബ്രാഹ്മണ്യം മേൽക്കൈ നേടുകയുണ്ടായി. അംബേദ്കർ അതിനകത്ത് കൊണ്ടുവരുന്ന ഒരു വിപരീത കൽപ്പന ബ്രഹ്മസിദ്ധാന്തവും ബ്രാഹ്മണ്യവും എന്നതാണ്. ബ്രഹ്മസിദ്ധാന്തം സാർവത്രികമായ ഏകതയെ സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ബ്രാഹ്മണ്യം ഈ ഏകതയെ തകർക്കുന്ന, അതിനകത്ത് ശ്രേണികളെ സൃഷ്ടിക്കുന്ന, മനുഷ്യരെ ജന്മനാ തന്നെ അസമത്വത്തിൻ്റെ തട്ടുകളിൽ വിന്യസിക്കുന്ന ഒരു സിദ്ധാന്തമാണ്. അതുകൊണ്ട് ഈ ബ്രഹ്മസിദ്ധാന്തം എന്ന് പറയുന്നതിൽ ഒരു ശേഷിയുണ്ട്, ഒരു താത്വികമായൊരു ശേഷി അതിനുണ്ട്. പക്ഷേ ആ ശേഷിക്ക് പ്രായോഗികമായ ഒരു ഫലവും ഇന്ത്യയിൽ ഉണ്ടായില്ല എന്ന ഒരു നിരീക്ഷണം അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് റിഡിൽസ് ഓഫ് ഹിന്ദുയിസത്തിൽ നടത്തുന്നുണ്ട്. തത്വമസി വായിച്ചു നോക്കിയാൽ ഏതാണ്ട് ഈ വഴിയോട് ചേർന്ന് പോകുന്ന മട്ടിൽ ഈ ബ്രാഹ്മണങ്ങളുടെയും യജ്ഞയാഗ പാരമ്പര്യത്തിൻ്റെയും പൗരോഹിത്യ അധികാരത്തിൻ്റെയും ഒക്കെ ലോകത്തെ ഇന്ത്യയുടെ മഹത്തായ ചിന്താപാരമ്പര്യത്തെ വിഴുങ്ങിയ ഇരുട്ടായി അവതരിപ്പിച്ചുകൊണ്ട് ഈ തത്വാന്വേഷണത്തിൻ്റെ ഒരു മണ്ഡലത്തെ അദ്ദേഹം ഉയർത്തിപ്പിടിക്കാനായിട്ട് ശ്രമിക്കുന്നത് കാണാം. ഇതൊരു താത്വിക പ്രശ്നമായിട്ടല്ല അദ്ദേഹം കണ്ടത് എന്ന കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കണം. അതായത് ഗുരുവിനെ പോലെ, ഗുരുവിൻ്റെ വഴി മാഷക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹം ചെയ്തൊരു കാര്യം, താൻ ആർജിച്ച ഈ ബോധത്തെ സൈദ്ധാന്തികമായി പറഞ്ഞുറപ്പിക്കുക മാത്രമല്ല, ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് കേരളത്തിൻ്റെ തെരുവായ തെരുവുകൾ മുഴുവൻ അന്ന് കേരളത്തിൽ വേരുപിടിച്ചു തുടങ്ങിയ മതവർഗീയതക്കെതിരായ നിരന്തര സമരമായിട്ട് അദ്ദേഹം മാറ്റി എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിൽ വർഗീയതയോട്, അതിൻ്റെ അക്രമോത്സുക രൂപത്തോട് നടന്ന പ്രധാനപ്പെട്ട എതിരിടലുകളിലൊന്ന് അഴീക്കോട് മാഷ്ടെ ആയിരുന്നു. അത് നിശിതവുമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൗമ്യമായിരുന്നില്ല, പലപ്പോഴും നിശിതമായിരുന്നു. ധാരാളം ആക്രമണങ്ങളും ഭീഷണികളുമൊക്കെ അദ്ദേഹം അതിൻ്റെ പേരിൽ നേരിട്ടിട്ടുണ്ട്. പക്ഷേ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ അദ്ദേഹം അതിനെതിരായ തൻ്റെ നിലപാട് ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. ഇപ്പോൾ ഭാരതീയത എന്ന് പറയുന്ന ബാബറി പള്ളി പൊളിച്ചതിന് പിന്നാലെ തൃശ്ശൂർ നടത്തിയ പ്രസംഗത്തിൽ ആദ്യ ദിവസം അദ്ദേഹം ഒരു സവിശേഷമായ കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്
ഇന്ത്യയുടെ മൊത്തം ചരിത്രം എടുത്താൽ ആകെ 5 ചക്രവർത്തിമാരാണ് ഇന്ത്യയിലുണ്ടായത്. അതിൽ 2 പേര് ബൗദ്ധരാണ്. ഒന്ന് അശോകനും മറ്റൊന്ന് ഹർഷവർദ്ധനനും. അദ്ദേഹം എന്നിട്ട് പറയും കേട്ടോ, ഈ ബൗദ്ധ ചക്രവർത്തിമാരുടെ പേരൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹർഷവർദ്ധനൻ, അശോകൻ എന്നൊക്കെയാണ് അവരുടെ പേര്. ശോകനാശനാണ്, ആനന്ദവർദ്ധനാണ്. അങ്ങനെയാണ് ആനന്ദവർദ്ധനൻ എന്നുള്ള പേരൊക്കെ മാഷ്ക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. സാഹിത്യത്തിൻ്റെ ഒരു ലക്ഷ്യം വിശദീകരിക്കുമ്പോൾ അദ്ദേഹം അതിങ്ങനെ എടുത്തു പറയും, ആനന്ദവർദ്ധനം എന്നൊക്കെ. ഈ 2 പേരുകൾ. പിന്നെ ഒരാൾ ജൈനനാണ്, ചന്ദ്രഗുപ്ത മൗര്യൻ, മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ ഒരാളാണ്. പിന്നെ ഒരാൾ മുസൽമാനാണ്, അക്ബറാണ്. എന്നിട്ട് അദ്ദേഹം അവസാനം പറയുക, ഒരാൾ ഹിന്ദുവാണ്, വിക്രമാദിത്യൻ, ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ. എന്നിട്ട് മാഷ് പറയുന്ന ഒരു കാര്യം, അതുകൊണ്ട് കണക്ക് പറഞ്ഞാൽ 5-1 കണക്കേ പറയാൻ പാടുള്ളൂ, പക്ഷെ ഇപ്പം 5-5 കണക്കും പറയുകയാണ് എന്ന്. ഇങ്ങനെ ഒരു സാമാന്യ ധാരണയിൽ നിന്ന് ഇതിലേക്കുള്ള ഒരു വഴി തുറന്നിട്ട് വളരെ പ്രാഥമികമായൊരു വിവരത്തിൽ നിന്ന് നമ്മുടെ സാമൂഹ്യ ചരിത്രത്തെ സംബന്ധിക്കുന്ന വലിയ ചില നിരീക്ഷണങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ ഞാൻ പറഞ്ഞു വന്നത് തത്വമസിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മിയെക്കുറിച്ചുള്ള മഹാവാക്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയപ്രപഞ്ചത്തെക്കുറിച്ചുള്ള തൻ്റെ സൈദ്ധാന്തിക ധാരണയെ സൈദ്ധാന്തികമായൊരു അറിവായി, താത്വികമായൊരു അവബോധമായി അവസാനിപ്പിക്കാൻ തയ്യാറാകാതെ അത് ഇന്ത്യയിലെ പിടിമുറുക്കുന്ന വർഗീയതക്കെതിരായ വലിയൊരു സമരമുഖമായി ഉയർത്തിക്കൊണ്ടുവരാനും അദ്ദേഹം ധാരാളമായി ആക്രമിക്കപ്പെടുന്ന നിലയിൽ ഹിന്ദുത്വത്തിനെതിരായ ഒരു പ്രതിരോധം തീർക്കാനും അദ്ദേഹം ശ്രമിച്ചു എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. മറ്റൊന്ന്, തത്വമസിയെപ്പോലെ പ്രാധാന്യമുള്ള ഒരു കാര്യം മഹാത്മാവിൻ്റെ മാർഗം എന്ന കൃതിയാണ്. ഇന്നത്തെ നിലയ്ക്ക് നോക്കിയാൽ ആ കൃതി പുറത്തു വരുന്നത് 1959 മറ്റാണ്, 60 ചേർന്നാണ്. അത് എന്താ പറയുക, മാഷിൻ്റെ ഒരു 30-35 വയസ്സിലൊക്കെ ആയിരിക്കണം ആ കൃതി പുറത്തു വരുന്നത്. എങ്കിലും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോഴും മലയാളത്തിൽ ഗാന്ധിയെക്കുറിച്ച് എഴുതപ്പെട്ട എത്രയെങ്കിലും പഠനങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള, ഗാന്ധിയെ കേവലം ഒരു ഗാന്ധിയനായിട്ട് ചുരുക്കാതെ ഗാന്ധിയെ ഒരു പോരാളിയായിട്ട് കാണുന്ന, ഗാന്ധിയെ ഒരു സമരഭടനായിട്ട് കാണുന്ന, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ അഴുക്ക് വാരിക്കളയൽ അത് ഗാന്ധിയുടെ വഴിയാണ് എന്ന് പറയുന്ന മട്ടിൽ ഗാന്ധിയുടെ ഉള്ളിലെ ഒരു സമരവീര്യത്തെ കാണുന്ന ഒരു ആളെ നമുക്ക് ആ പുസ്തകത്തിൽ വായിക്കാൻ പറ്റും. ഇപ്പോൾ നവഖാലിയിൽ അവസാനം നടക്കുന്ന സമയത്ത് ഗാന്ധിയുടെ യാത്ര, സമാധാന യാത്ര തടയാനായിട്ട് ധാരാളം ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഗാന്ധി സഞ്ചരിക്കുന്ന വഴികളിൽ കുപ്പിച്ചില്ല് വാരി വെതറിക്കൊണ്ടും മനുഷ്യ വിസർജ്യം അവിടെയെല്ലാം കൊണ്ടുവന്ന് ഇട്ടും ഗാന്ധിയുടെയും സംഘത്തിൻ്റെയും യാത്ര തടയാനായിട്ട് ശ്രമം നടന്നിരുന്നു അക്കാലത്ത്. അത് ഗാന്ധി പിന്നീട് മനസ്സിലാക്കുന്നുണ്ട്. മനസ്സിലാക്കിയതിന് ശേഷം ഗാന്ധി അതിനോട് പ്രതികരിച്ച ഒരു രീതി, അന്നുവരെ ചെരുപ്പിട്ടാണ് ഗാന്ധി നടന്നിരുന്നതെങ്കിൽ ഇക്കാര്യം അറിഞ്ഞതിന് ശേഷം ഗാന്ധി ചെരുപ്പിടാതെ നടക്കാൻ തീരുമാനിച്ചു. ചെരുപ്പിടാതെ കുപ്പിച്ചില്ലിൻ്റെ മുകളിലൂടെ ഗാന്ധി നടക്കുകയും ഗാന്ധിയുടെ കാലുകളൊക്കെ വിണ്ടു കീറുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. പക്ഷേ ഫലം എന്തായിരുന്നു എന്ന് വെച്ചാൽ 3-ാം ദിവസം കുപ്പിച്ചില്ലെല്ലാം ഇല്ലാണ്ടായി. ഇത് ഗാന്ധിയുടെ ഒരു പ്രത്യേക രീതിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ആക്രമണം കൊണ്ട് എന്നെ ഏതെങ്കിലും തരത്തിൽ നിശബ്ദനാക്കാനോ തടയാനോ കഴിയില്ല. അതിനേക്കാളൊക്കെ ബലിഷ്ഠമായൊരു ധാർമ്മിക ബലത്തിൽ നിന്നാണ് താൻ ഈ സമരം നയിക്കുന്നത് എന്ന് പറയുന്ന ഗാന്ധി ഒരു സമരത്തിൻ്റെ കൂടി പേരാണ്, വെറുതെ ഇരിക്കലിൻ്റെ പേരല്ല. ഇപ്പോൾ ഇന്ത്യ വിഭജന സമയത്ത് ഗാന്ധിക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്ന എളുപ്പ വഴിയുണ്ട്, അദ്ദേഹത്തിന് നിശബ്ദനാകാമായിരുന്നു. കാരണം വിഭജനം എന്നത് ഇന്ത്യയിൽ ഏറ്റവും വലിയ കൂട്ടക്കൊലയായി മാറുമെന്ന് ഒരുപക്ഷെ 46-ലൊക്കെ പറഞ്ഞിരുന്ന ഒരേ ഒരാൾ ഗാന്ധിയാണ്. ബാക്കി എല്ലാവരും വിഭജനത്തിന് അനുകൂലമായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ് അനുകൂലമായിരുന്നു, മുസ്ലിം ലീഗ് അനുകൂലമായിരുന്നു, കോൺഗ്രസ് അനുകൂലമായിരുന്നു. ഇന്ത്യയിലെ മിക്കവാറും വിഭാഗങ്ങളൊക്കെ ഏറിയും കുറഞ്ഞും വിഭജനത്തിന് അനുകൂലമായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെയും കോൺഗ്രസിൻ്റെയും കണക്കൂട്ടൽ അതിർത്തി ഗ്രാമങ്ങളിൽ പരമാവധി 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ആളുകൾ ഡിസ്പ്ലേസ്ഡ് ആകും. അതുണ്ടാക്കുന്ന ചെറിയ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ വിഭജനം കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് കണക്കാക്കിയത്. 2 കോടി ആളുകൾ അഭയാർത്ഥികളായി. 2 കോടി. കൊല്ലപ്പെട്ടവരുടെ എണ്ണം അനൗദ്യോഗികമായി 10 ലക്ഷത്തിനടുത്ത് വരും. ഇത് മുൻകൂട്ടി കണ്ട ഒരേ ഒരാൾ ഗാന്ധിയാണ്. ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് ഗാന്ധിക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു, ഞാനിത് മുൻപേ പറഞ്ഞതാണല്ലോ എന്ന് പറഞ്ഞ് നിസ്സംഗനാകാമായിരുന്നു. പക്ഷെ ഗാന്ധി ചെയ്തത് ഈ കലാപം എവിടെയാണോ അവിടേക്ക് ഗാന്ധി ചെല്ലുകയാണ് ചെയ്തത്.
അദ്ദേഹം കൽക്കട്ടയിൽ ചെല്ലുന്നു. 1948 അദ്ദേഹം 47 സെപ്റ്റംബർ 1 മുതൽ 3 വരെ കൽക്കട്ടയിൽ നിരാഹാരം കിടക്കുന്നു. 3 ദിവസത്തെ നിരാഹാരം കൊണ്ട് കത്തിപ്പടർന്ന കൽക്കട്ടയെ അദ്ദേഹം ശാന്തമാക്കുകയും ചെയ്യുന്നു. രാജഗോപാലാചാരി അതിനെ വിളിക്കുന്നത് കൽക്കട്ട മിറാക്കിൾ എന്നാണ്. അങ്ങനെ മൗണ്ട് ബാറ്റൻ ഗാന്ധിക്ക് അതിനുശേഷം കത്തെഴുതുന്നുണ്ട്. കൽക്കട്ട ശാന്തമായപ്പോൾ അദ്ദേഹം അതിലെഴുതിയ ഒരു വാക്യം, പഞ്ചാബിൽ ഞങ്ങളുടെ സൈന്യത്തിൽ 60,000-ലധികം പട്ടാളക്കാരും എന്നിട്ടും 10,000-കണക്കിന് ശവങ്ങളുമാണ് പഞ്ചാബിൽ ഞങ്ങളുടെ പക്കലുണ്ടായിരുന്നത്. കൽക്കട്ടയിൽ ഞങ്ങളുടെ സൈന്യത്തിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മഹാത്മാവേ, അങ്ങേക്ക് നന്ദി. അത് കഴിഞ്ഞ് പഞ്ചാബിൽ മൗണ്ട് ബാറ്റൻ വീണ്ടും ഗാന്ധിക്ക് കത്തയക്കുന്നുണ്ട്, അങ്ങ് പഞ്ചാബിലേക്ക് പോകണം, പഞ്ചാബ് തീ പിടിക്കുകയാണ്. ഗാന്ധി സെപ്റ്റംബർ 7 കൽക്കട്ടയിൽ നിന്ന് ഡൽഹിക്ക് വന്നു. പഞ്ചാബിലേക്ക് പോകാനാണ് വന്നത്. ഡൽഹിയിൽ വന്നപ്പോൾ ഗാന്ധി മനസ്സിലാക്കിയ കാര്യം, ഡൽഹി ഗാന്ധിയുടെ വാക്കിൽ പറഞ്ഞാൽ സിറ്റി ഓഫ് ദ ഡെഡ്, മരിച്ചവരുടെ നഗരമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഡൽഹിയെ തിരിച്ചു പിടിക്കാതെ ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്ന് തീരുമാനിച്ച് 47 സെപ്റ്റംബർ 9 മുതൽ ജനുവരി 30 വരെ 144 ദിവസം ഗാന്ധി ഡൽഹിയിൽ ജീവിക്കുകയും നമ്മുടെ കാലത്തെ വലിയ കവികളിലൊരാളായ ഗോപികൃഷ്ണൻ പറയുന്നത് പോലെ ഒരു ഹിംസ്രമൃഗത്തിൻ്റെ വായിൽ നിന്ന് ഒരു പിഞ്ചു കുഞ്ഞിനെ രക്ഷിച്ചെടുക്കുന്നത് പോലെ പുതുതായി പിറന്ന ഈ രാജ്യത്തെ വർഗീയതയുടെ കൊടും വിപത്തിൽ നിന്ന് തൻ്റെ ജീവൻ കൊടുത്ത് ഗാന്ധി രക്ഷിച്ചെടുക്കുകയും ചെയ്തു. ഗാന്ധി ഒരു സമരത്തിൻ്റെ പേരാണ്, അല്ലാതെ നിസ്സംഗതയുടെ, പിൻവാങ്ങലിൻ്റെ, വെറുതെ ഇരിക്കലിൻ്റെ, രാമനാമം ജപിക്കലിൻ്റെ ഒന്നും പേരല്ല ഗാന്ധി. അതറിയുന്ന ഒരാളായിരുന്നു മാഷ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഗാന്ധി അദ്ദേഹത്തിൻ്റെ സ്രോതസ്സായത് ഗാന്ധിയെക്കുറിച്ച് നിരന്തരം പറഞ്ഞതുകൊണ്ടോ ഗാന്ധി എന്ന ആശയം പ്രചരിപ്പിച്ചതുകൊണ്ടോ അല്ല, മറിച്ച് ഈ സമരം അദ്ദേഹത്തിലുണ്ടായിരുന്നു. അദ്ദേഹം എടുത്ത നിലപാടുകളോടൊക്കെ നമുക്ക് വിയോജിക്കാൻ കഴിയും, പക്ഷേ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൂന്നാമതൊരു കൃതി എനിക്ക് വളരെ പ്രധാനമായി തോന്നുന്ന ഒരു കാര്യം, ഗുരുവിൻ്റെ മാർഗം ഗുരുവിൻ്റെ ദുഃഖം എന്ന പേരിൽ 1990കളുടെ തുടക്കത്തിൽ 93 മറ്റോ ആണ് അദ്ദേഹം എഴുതുന്നത്. ഗുരുവിനെ സംബന്ധിച്ച് നമുക്ക് പറയാവുന്ന ഒരു കാര്യം, ഗുരു ആരാണ്? ഗുരു ഒരുപാട് തലങ്ങളിൽ ഒരുമിച്ച് ജീവിച്ച ഒരാളാണ്. ആ വലിപ്പങ്ങളെ മുഴുവൻ നമ്മൾ ഗുരുവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഉൾക്കൊള്ളാറുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ചിലരെ സംബന്ധിച്ച് ഗുരു ഒരു സന്യാസിയാണ്, അധ്യാത്മചിന്തകനാണ്, ചിലർക്ക് യുക്തിബോധമുള്ള ആളാണ്, ചിലർക്ക് സാമൂഹ്യ പരിഷ്കർത്താവാണ്, സമുദായ സംഘടനയുടെ നേതാവാണ്. ഇങ്ങനെ പല നിലകളിൽ ഗുരുവിനെ മനസ്സിലാക്കാം. ഇതേതെങ്കിലും തെറ്റാണെന്ന് പറയല്ല, പക്ഷേ അതുകൊണ്ട് മാത്രം ഗുരു അവസാനിക്കില്ല എന്നതാണ് ഗുരുവിൻ്റെ വലിയൊരു പ്രാധാന്യം. ഗുരു ഒരേ സമയം ഒരു വലിയ, ഇപ്പം നിങ്ങൾ ഓർത്തിട്ടുണ്ടോയെന്നറിയില്ല, കേരളത്തിൽ ആദ്യമായൊരു വ്യവസായ പ്രദർശനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്നത് നാരായണ ഗുരുവാണ്. ലോകത്തെവിടെയെങ്കിലും വ്യവസായ പ്രദർശനത്തിന് അധ്യക്ഷനായിട്ടൊരു സന്യാസി വന്നിട്ടുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ പ്രയാസമാണ്. പക്ഷേ ഗുരു അതിൻ്റെ അധ്യക്ഷനായിരുന്നു. അതേസമയം ഗുരു ദർശനമാല എഴുതുന്നുണ്ട്, ആത്മോപദേശതക എഴുതുന്നുണ്ട്, സ്കൂൾ സ്ഥാപിക്കുന്നുണ്ട്, ഒരുപാട് പണികൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഗുരുവിൻ്റെ ഈ ബഹുകാര്യവ്യഗ്രമായ ജീവിതത്തെ, ആ ബഹുകാര്യവ്യഗ്രമായ ജീവിതത്തിൻ്റെ വൈപുല്യത്തെയും അവയ്ക്ക് തമ്മിലുള്ള ചേർച്ചയെയും ആ ചേർച്ചകൾക്കിടയ്ക്ക് പ്രത്യക്ഷത്തിൽ തോന്നാവുന്ന വൈരുദ്ധ്യങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് ഗുരുവിൻ്റെ ദുഃഖം എന്നത്. ആ പുസ്തകം അവസാനിക്കുന്നത് ഏതാണ്ട് ഇങ്ങനെ ഒരു വാക്യത്തിലാണ്, ഇന്ന് നാടെമ്പാടും ഗുരുമന്ദിരങ്ങളുണ്ട്, തലസ്ഥാനങ്ങളിൽ സഭാഗൃഹങ്ങളുണ്ട്, നമുക്ക് അവധി ദിവസങ്ങളുണ്ട്, ആഘോഷങ്ങളുണ്ട്, പക്ഷേ ഹൃദയത്തിലോ? അവസാനത്തെ വരി ആ ചോദ്യം ഉദിക്കുന്നില്ല എന്നാണ്. മാഷ് അതിൽ പറയുന്നുണ്ട്, ജാതി നിർണയത്തിൻ്റെ ഒരു സന്ദർഭത്തിൽ ഗുരുവിലൊരു ദുഃഖം, അതിൽ നിന്നാണ് ഗുരുവിൻ്റെ ദുഃഖം എന്നുള്ള ശീർഷകം വരുന്നത്. മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്രം ഗവാം യഥ ന ബ്രാഹ്മണാതിരസൈവം ഹാ തത്വം വേത്തി ഗോപിന. മനുഷ്യന് മനുഷ്യത്വമാണ് ജാതി, പശുവിന് പശുത്വം പോലെ ബ്രാഹ്മണർ മുതലായ ഭേദങ്ങളൊന്നും നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ഗുരു അവസാനിപ്പിക്കുന്ന വാക്യം ഹാ തത്വം വേത്തി ഗോപിന, ഈ തത്വം ആരും അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഈ തത്വം അറിയുന്നില്ലല്ലോ എന്ന ദുഃഖം. ഏതാണ്ട് മഹാഭാരതത്തിൽ അദ്ദേഹം വ്യാസൻ്റെ ഒരു വിലാപ അവസാന ഭാഗത്ത് കാണാം, ഊർദ്ധബാഹുർ വിരമേഷ്യു നച കശ്ചിൽ ശൃണോതി മാം. ഞാൻ ഇരുകൈകളും ഉയർത്തി വിലപിക്കുന്നു,
ആരും അത് കേൾക്കുന്നില്ലല്ലോ എന്നൊരു വിലാപം വ്യാസൻ്റെതായിട്ടുണ്ട്. ആ വ്യാസദുഃഖത്തിന് സദൃശമായ ഒന്നാണ് ഗുരുവിൻ്റെ ദുഃഖം എന്ന് പറഞ്ഞിട്ടാണ് ആ പുസ്തകം മലയാളത്തിൽ അദ്ദേഹം ആ പുസ്തകം അവതരിപ്പിക്കുന്നത്. ഇതും 93-ലാണ്, ബാബറി പള്ളി പൊളിച്ചതിന് ശേഷമാണ്. ഗുരു എന്താണ് എന്നുള്ളതിന് ഗുരു ഒരു പൂജാവിഗ്രഹമല്ല, ഗുരു ഒരു സാമൂഹിക ഇടപെടലാണ് എന്ന് മനസ്സിലാക്കിയ ഒരാളായിരുന്നു ഈ അഴീക്കോട് മാഷ്. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, അഴീക്കോട് മാഷ ചിന്താജീവിതത്തെ നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ വിമർശനത്രയമെന്ന് പറയാവുന്ന ആശാൻ്റെ സീതാകാവ്യവും രമണനും മലയാള കവിതയും അതുപോലെ തന്നെ ശങ്കരക്കുറുപ്പ് പഠനവും അതിനുശേഷം വന്ന അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില ഭാഗങ്ങളിൽ അത് വളരെ പ്രൗഢമാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും CP അച്യുതമേനോൻ എന്ന് പറയുന്ന ഒരു വിമർശകനെ മലയാളത്തിൽ സ്ഥാപിച്ചെടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പങ്ക് മാഷുടെ ആ ഗവേഷണ പ്രബന്ധമാണ്. കാരണം പൊട്ടും പൊടിയുമായിട്ട് വിദ്യാവിനോദിനിയിലും അക്കാലത്തെ മാസികകളിലും ചെതറിക്കിടന്നിരുന്ന അച്യുതമേനോൻ്റെ പഠനങ്ങളൊക്കെ കണ്ടെടുത്ത് അതിനെ മുൻനിർത്തി കേരളവർമ്മ വലിയോയി തമ്പുരാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തമ്പുരാക്കന്മാരോ ഒന്നുമല്ല, മറിച്ച് ഈ CP അച്യുതമേനോനാണ് മലയാളത്തിൽ വിമർശനത്തിന് ഒരടിത്തറയുണ്ടാക്കിയത് എന്ന് മാഷാണ് സ്ഥാപിച്ചെടുത്തത്. അതുപോലെ തന്നെ കുട്ടിക്കൃഷ്ണമാരാരെക്കുറിച്ച് അല്ലെങ്കിൽ സാഹിത്യപഞ്ചാനനെക്കുറിച്ച് ഒക്കെയുള്ള മാഷുടെ ആ കൃതിയിലെ വിലയിരുത്തലുകൾ വളരെ പ്രൗഢമാണ്. പക്ഷേ കേസരിയെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ ദുർബലാണ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ. ഒപ്പം തന്നെ ആധുനികതാ പ്രസ്ഥാനം എന്ന് വിളിക്കുന്ന മോഡേണിസത്തിൻ്റെ ഭാവുകത്വത്തോട് മാഷ്ക്ക് അങ്ങനെ സംവാദാത്മകമായ ഒരു ഇടപെടലൊന്നും നടത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഞാനിതൊരു കുറ്റമായിട്ട് പറയല്ല കേട്ടോ, എല്ലാ അഭിരുചിയോടും ഒരുപോലെ സംവദിക്കാൻ ഒരാൾക്കും കഴിയില്ല, അതൊരു വസ്തുതയാണ്. ഇപ്പോൾ കുട്ടിക്കൃഷ്ണമാരാർ വൈലോപ്പിള്ളിയുടെ കുടിയൊഴിക്കൽ വായിച്ചിട്ട്, വൈലോപ്പിള്ളിയെ വലിയ ഇഷ്ടമുള്ള നിരൂപകനായിരുന്നു കുട്ടിക്കൃഷ്ണമാരാർ. പക്ഷേ മാരാർ പറയുന്ന ഒരു കാര്യം, എന്തുകൊണ്ടോ ഈ കൃതി എന്നെ സ്പർശിക്കുന്നില്ല, എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, രസിക്കുന്നില്ല. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് വൈലോപ്പിള്ളിയെ വലിയ ഇഷ്ടമാണ്, ഈ കവിതയ്ക്ക് അവതാരിക എഴുതിയ NV കൃഷ്ണമാരെ എനിക്ക് വലിയ ബഹുമാനമാണ്, അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തെ നല്ല മതിപ്പാണ്, എന്തുകൊണ്ടോ എനിക്ക് പക്ഷേ ഇത് ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്ന് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, കുടിയൊഴിക്കലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതേ വൈലോപ്പിള്ളി മാരാർക്ക് മനസ്സിലാവുന്നില്ല എന്ന് കരുതിയ കുടിയൊഴിക്കൽ എഴുതിയ അതേ വൈലോപ്പിള്ളി മോഡേണിസ്റ്റ് കവിത വന്ന സമയത്ത് അതിനെക്കുറിച്ച് പിന്നീട് പറഞ്ഞത്, ഈ കവികൾ ഏത് സ്കൂളിലാണ് പഠിച്ചത് എന്ന ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്നുണ്ട്, ഓരോ തലമുറയും ഇങ്ങനെ അഭിരുചി ഭേദങ്ങളുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ അഭിരുചിയോട് ഒത്തുപോകുന്നില്ല എന്നതൊരു കുറ്റമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മാഷ്ക്ക് ഈ മോഡേണിസ്റ്റ് ലിറ്ററേച്ചറിനോട് എൻഗേജ് ചെയ്യാനോ അല്ലെങ്കിൽ അക്കാലത്തെ നിരൂപണങ്ങളോട് ഒത്തുപോകാനോ ഒന്നും കഴിഞ്ഞിരുന്നുമില്ല. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനമായി എനിക്ക് തോന്നുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജീവിത വിമർശനം എന്ന വ്യാപകമായ അർത്ഥത്തിൽ മാഷെ കണ്ടാൽ അത് തത്വമസിയിലും മഹാത്മാവിൻ്റെ മാർഗത്തിലും അതുപോലെ ഗുരുവിൻ്റെ ദുഃഖത്തിലും പോലുള്ള കൃതികളിലായിരിക്കും മാഷുടെ ഒരു നിത്യപ്രസക്തി നിലനിൽക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. അത് മാഷുടെ പ്രഭാഷണ ജീവിതത്തെക്കുറിച്ചാണ്. ഒരു പക്ഷേ മാഷെ നമ്മൾ ഓർക്കുന്നത് എന്തിൻ്റെ പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബഷീർ മാഷ് എഴുതിയ കത്തിൽ പറയുന്നുണ്ട്, സാഗരഗർജനമേ എന്നാണ് അഭിസംബോധന ചെയ്യുക. ബഷീറും മാഷും തമ്മിലുള്ള കത്തിടപാടുകൾ വായിച്ചാൽ നല്ല രസമാണ്. അപ്പോൾ ഒരു ഫലിതമുണ്ട് കേട്ടോ. മാഷ് 60-ാം വയസ്സായപ്പോൾ ആരോ മാഷോട് പറഞ്ഞു, 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവിംഗ് ഒന്നും പഠിക്കാൻ പറ്റില്ല, ശരിയാവില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ പഠിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് തീരുമാനിച്ച് മാഷ് ഡ്രൈവിംഗ് ഓടിക്കുകയും സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് നടക്കുകയും ചെയ്തു. അപ്പോൾ ബഷീർ പറഞ്ഞു കേൾക്കുന്നൊരു കഥയാണ്. എപ്പോഴോ മാഷ് കാറിന് വരുന്ന സമയത്ത് ബഷീർ റോഡിലൂടെ ഇങ്ങനെ അരികത്ത് ചേർന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ മാഷ് കാറ് കൊണ്ടുവന്ന് നിർത്തിയിട്ട്, എവിടേക്കാണ്? അപ്പോൾ ടൗണിലേക്കാണ്, എന്നാൽ കയറിക്കോളൂ, ഞാനും അങ്ങോട്ടാണെന്ന് മാഷ് പറഞ്ഞു. അപ്പോൾ ബഷീർ പറഞ്ഞു അത്രേ, അത് വേണ്ട, എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞു എന്നാണ്. നടന്നാൽ ഇതിനേക്കാൾ മുമ്പേ എത്താം എന്ന നിലയിൽ അങ്ങനെയൊക്കെയുള്ള ബഷീറിൻ്റെ കത്തുകളിലൊക്കെ കാണാം, താങ്കളയച്ച കത്ത് കിട്ടി, അപ്പം അതുപോലെ ഒന്നും വായിക്കാൻ പറ്റിയില്ല, അടുത്ത ഇംഗ്ലീഷ് മരുന്ന് കടയിൽ കൊണ്ടു കൊടുത്തു, അവർ മരുന്ന് തന്നു, അങ്ങനെ 3 നേരം വെച്ച് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അടുത്ത ആഴ്ച പറ്റിയാൽ തിങ്കളാഴ്ച വരണം എന്ന് ഒക്കെ ബഷീറിൻ്റെ കത്തുകൾ. നിങ്ങൾ ആ കത്തുകൾ വായിച്ചാൽ ശരിക്കും ആ മനുഷ്യർക്കിടയിലുണ്ടായിരുന്ന ഹൃദയബന്ധം കാണാം. അഴീക്കോടിന് കുട്ടിക്കൃഷ്ണമാരാർ എഴുതിയ ഒരു കത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, അതെനിക്ക് രസമായിട്ട് തോന്നിയതാണ്. മാരാർ പറയുന്നത് ഏതോ ലേഖനത്തെക്കുറിച്ചാണ്. അപ്പോൾ മാരാർ പറയുന്നത്, ഞാനിത് ശ്രദ്ധിക്കണ്ട, അതിനകത്ത് പ്രത്യേകിച്ച് മനസ്സ് അർപ്പിക്കണ്ട എന്ന് കരുതിയതാണ്.
ആദ്യം കരുതിയതാണ്. പിന്നെയാണ് ആലോചിച്ച് നോക്കിയപ്പോൾ ഇതിൽ തർക്കിക്കാനൊരു വകയുണ്ടല്ലോ എന്ന് തോന്നിയത് എന്ന്. അതുകൊണ്ട് പിന്നെ തർക്കത്തിൽ ഏർപ്പെട്ടു. ഇത് മാഷ്ക്കുള്ളതാണ്. തർക്കത്തിനൊരു വക ഉണ്ടാൽ പിന്നെ അത് വിടില്ല. അതിങ്ങനെ ഏറ്റെടുത്ത് അതിനെ പരമാവധി കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട്. മാഷ്ടെ പ്രഭാഷണത്തിൽ നിങ്ങൾക്ക് ഏറെക്കുറെ കാണാൻ പറ്റും. രണ്ടറ്റത്തിലും പോയി മടങ്ങുന്ന പ്രഭാഷണമാണ് മാഷുടേത്. അത് വലിയൊരു പ്രയാസമുള്ള കാര്യമാണ്. അതായത് നിങ്ങൾക്കൊരു ടോണിൽ സംസാരിക്കാൻ, ഒരു കൂട്ടം ആളുകളോട് സംസാരിക്കാൻ ഒരു പ്രയാസമില്ല, നിങ്ങളുടെ അഭിരുചിയോട് ഒത്തുപോകുന്ന ആളുകൾ. മാഷ് സംസാരിച്ചത് വഴിവക്കിലെ കപ്പലണ്ടി കച്ചവടക്കാരനും ഇങ്ങേയറ്റത്ത് നിൽക്കുന്ന സർവകലാശാല പ്രൊഫസറോടും ഒരേപോലെ സംസാരിച്ച മലയാളത്തിലെ ചുരുക്കം പ്രഭാഷകരേ ഉള്ളൂ. അഴീക്കോട് മാഷ പ്രഭാഷണത്തിൻ്റെ ഒരു വലിപ്പം അതാണ്. ആശാൻ നളിനിയിൽ പറയുമല്ലോ, വലിപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ കോപ്പിടും നൃപതി പോലെയും കളിക്കോപ്പെടുത്ത ചെറുപൈതൽ പോലെയും എന്ന് പറയും. കിരീടം ചൂടിയ രാജാവിനെ പോലെയും കളിപ്പാട്ടം കൊണ്ട് കളിക്കുന്ന കുഞ്ഞിനെ പോലെയും എന്ന് പറയും. ഇത് രണ്ടും മാഷിലുണ്ടായിരുന്നു എന്നെനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം ദേഷ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആമൂലാഗ്രം വിമർശിക്കുക, അത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ്. ഇപ്പം മാഷ് രോഗാതുരനായ ആശുപത്രി കിടക്കുന്ന സമയത്ത് മിക്കവാറും അദ്ദേഹത്തിൻ്റെ പഴയ ശത്രുക്കളൊക്കെ അദ്ദേഹത്തെ ചെന്ന് കാണുകയും അവരെല്ലാം തന്നെ സ്നേഹത്തിലാവുകയും ഒക്കെ ചെയ്തത് നമുക്കറിയാം. മോഹൻലാൽ ചെല്ലുന്നുണ്ട്, വെള്ളാപ്പള്ളി നടേശൻ ചെല്ലുന്നുണ്ട്, സാനുവാഷി ചെല്ലുന്നുണ്ട്, എല്ലാവരും ചെന്ന് കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനു മുമ്പ് വന്യുദ്ധങ്ങളൊക്കെ അവർ തമ്മിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു കുഞ്ഞിനെ തൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് നിർത്താനായിട്ട് മാഷ്ക്ക് കഴിഞ്ഞിരുന്നു. ഞാനത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് കരുതുന്നതാണ്. ഈ വലിയ മനുഷ്യരെ നോക്കിയാൽ നിങ്ങൾക്ക് അവരുടെ ഉള്ളിലൊരു ചെറിയ കുഞ്ഞിനെ കാണാനായിട്ട് പറ്റും. അത് വലിയ മനുഷ്യരുടെ, ആശാൻ പറഞ്ഞത് കൃത്യമാണ്, കളിക്കോപ്പെടുത്ത ചെറു പൈതൽ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് വളരെ പ്രധാനമാണ്. ലോകത്തെ വളരെ സാധാരണമായി, നിർമ്മലമായി, നാട്യങ്ങളില്ലാതെ നോക്കുക എന്നത്. ഇപ്പോൾ പിക്കാസോ ഒരിക്കൽ പറയുന്നുണ്ട്, ഞാൻ 4 വയസ്സിൽ റാഫേലിനെ പോലെ വരച്ചിരുന്നു, പിന്നെ ജീവിതകാലം മുഴുവൻ ഞാൻ ശ്രമിച്ചത് ഒരു 4 വയസ്സുകാരനെ പോലെ വരയ്ക്കാനാണ്. അതിന് അദ്ദേഹം പറഞ്ഞൊരു വിശദീകരണം പ്രധാനമാണ്. പിക്കാസോ പറയുന്നത്, നിങ്ങൾക്കൊരു കടലാസും പേനയും തന്നിട്ട് നിങ്ങളോടൊരു വര വരയ്ക്കാൻ പറഞ്ഞാൽ, ഡ്രോ എ ലൈൻ എന്ന് പറഞ്ഞാൽ, അദ്ദേഹം പറയുന്നു ഡെഫിനറ്റ്ലി യു ഷുഡ് ട്രൈ ടു ഡ്രൈ എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു നേർവര വരയ്ക്കാനാണ് ശ്രമിക്കുക, വര വരയ്ക്കാൻ പറഞ്ഞാൽ. എന്നാൽ 1 വയസ്സുള്ളൊരു കുഞ്ഞിൻ്റെ കയ്യിൽ കടലാസും പേനയും കൊടുത്തിട്ട് വരയ്ക്കാൻ പറഞ്ഞാൽ ഒരിക്കലും നേർവര വരയ്ക്കില്ല. ഈ വര നേർവരയാണ് എന്നുള്ളത് നമ്മൾ ഈ പഠിച്ചുണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. പഠിച്ച് വഷളാവുക എന്ന് പറയുമല്ലോ. എടശ്ശേരി ഗോവിന്ദൻ നായർ പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്ന കവിത തുടങ്ങുമ്പോൾ അച്ഛൻ കുഞ്ഞിനെയും കൊണ്ട് സ്കൂളിലേക്ക് പോവുകയാണ്. ആദ്യത്തെ ദിവസമാണ്. അപ്പം അച്ഛൻ കുഞ്ഞിനോട് പറയുന്നുണ്ട്, നിന്നെയും കാത്ത് പതിവ് പോലെ വന്നിരിപ്പുണ്ട് ഇളം കിളികൾ, പ്രേഷ്ഠരവരോട് യാത്ര ചൊല്ലൂ, പേച്ചറിയുന്നവർ നിങ്ങൾ തമ്മിൽ. നിന്നെ കാത്ത് പുറത്ത് കിളി വന്നിരിക്കുന്നുണ്ട്, ആ കിളിയോടും കൂടി യാത്ര പറഞ്ഞിട്ട് സ്കൂളിലേക്ക് പോകണം. നിനക്ക് കിളിയുടെ വാക്കറിയാലോ. ഇത് മനോഹരമായ കൽപ്പനയാണ്. പേച്ചറിയുന്നവർ നിങ്ങൾ തമ്മിൽ. അടുത്ത വരി, നീ പോയി പഠിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ അന്യോന്യം മറന്നിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറക്കും. എന്നിട്ട് അവസാനം തന്നെക്കുറിച്ച് പറയുന്നുണ്ട്, 50 കൊല്ലം മുമ്പ് ആര് തമ്മിൽ കമ്പം പിടിക്കും കളിമ്പമാർന്നു, പുസ്തകജ്ഞാനം അവരെ മർത്യപുത്രനും തിര്യക്കുമാക്കി മാറ്റി. 50 കൊല്ലം മുമ്പ് ഞാനും കിളിയും ഒരുമിച്ചായിരുന്നു, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ മനുഷ്യനും ജന്തുവുമായിട്ട് പിളർന്നുപോയി. ആ പിളർപ്പില്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു കുഞ്ഞിൻ്റെ മനസ്സുകൂടി വേണം. അതുകൊണ്ടാണ് ഈ ആശാനത് എഴുതിയത്, കോപ്പിടും നൃപതി പോലെയും കളിക്കോപ്പെടുത്ത ചെറുപൈതൽ പോലെയും എന്ന ഒരാശയം. ആ ഒരു ചെറുപൈതൽ എന്ന് പറയുന്നത് മാഷ്ടെ ഒരു വൈകാരിക ഘടനയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. പെട്ടെന്ന് കലഹിക്കുകയും കലഹം കഴിഞ്ഞാൽ അത് വിട്ട് വളരെ കൂടുതൽ അതിൽ തൻ്റെ സ്വതസിദ്ധമായ ഭാവത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്ന ഒരാൾ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ കലയുടെ സവിശേഷതയും ഇതാണ്. ഒരു ഭാഗത്ത് ഏറ്റവും സാധാരണനായൊരു മനുഷ്യനോട് അന്നത്തെ നിത്യജീവിത പ്രശ്നത്തെക്കുറിച്ച് പറയുക, മറുഭാഗത്ത് ഒരു രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ നാഗരികതകളുടെ ഒക്കെ പതനാഭ്യുദയങ്ങളെക്കുറിച്ച് അതിപ്രൗഢമായി സംസാരിക്കുക. 2 തലങ്ങളെയും ഒരു ഭാഷണത്തിൽ തന്നെ കൂട്ടിയിണക്കി നിർത്തുക ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല, വളരെ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അത് വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണവേദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത, മാഷ് വളരെ പതുക്കെയാണ് സംസാരിച്ച് തുടങ്ങുക. അപ്പം മാഷ് സംസാരിച്ച് തുടങ്ങുമ്പോൾ മിക്കവാറും എല്ലാ പ്രസംഗവേദിയിലും മാഷിൻ്റെ ശബ്ദം കുറവായതുകൊണ്ട് ഈ മൈക്ക് നന്നാക്കുന്ന ആൾ വന്ന് അത് അടുപ്പിച്ച് വയ്ക്കാനൊക്കെ ശ്രമിക്കും. മാഷ് മൈക്കാരനെ ചീത്ത പറയും. അത് ഒഴിവാക്കാനാവാത്തൊരു ചടങ്ങായിരുന്നു അന്നത്തെ എല്ലാ പ്രസംഗവേദിയിലും ഞാൻ കണ്ടിട്ടുണ്ട്. മാഷ് വളരെ പതുക്കെയാണ് പറയും. എന്നിട്ട് മാഷ് അതിൽ പറയുന്നൊരു രസമുള്ള നിരീക്ഷണമുണ്ട്. ഇദ്ദേഹം പറയും, എത്ര ഉച്ചത്തിൽ സംസാരിക്കണം, എത്ര ഉറക്കെ പറയണം.
അദ്ദേഹത്തിൻ്റെ ഒരു മാനദണ്ഡം എന്ന് വെച്ചാൽ ഏറ്റവും പുറയിലിരിക്കുന്ന ആൾ ശ്രദ്ധാപൂർവം ചെവി കൂർപ്പിച്ചിരുന്നാൽ കേൾക്കാവുന്ന അത്രയും ഒച്ച വേണ്ടു. എന്നിട്ട് അടുത്ത വരിയുണ്ട്, ശ്രദ്ധ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം, അല്ലാതെ ഒച്ച ഇവിടെ നിന്ന് അങ്ങോട്ടല്ല. നമ്മുടെ പ്രസംഗങ്ങളിലേക്ക് ഒരു അടിസ്ഥാന തകരാറ്, ഈ ഒച്ച ഇവിടെ നിന്ന് അങ്ങോട്ടെന്നല്ല, ആ പ്രപഞ്ചത്തെ ഭേദിച്ചു പോവും. മാഷ് കരുതിയത് ശ്രദ്ധ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം. ഈ ശ്രദ്ധയെ, കേരളത്തിൻ്റെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ശ്രദ്ധയെ നിരന്തരമായി തൻ്റെ ആശയങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും തന്നിലേക്കല്ല, നിശ്ചയമായും തൻ്റെ സമൂഹത്തെ ആകമാനം അഴിച്ചു പണിയാനുള്ള ഒരു സമീപനമായിട്ട്, ലോകത്തെ അഴിച്ചു പണിയാനുള്ള ഒന്നായിട്ട് പ്രഭാഷണത്തെ അദ്ദേഹം മാറ്റുകയും ചെയ്തു. ധാരാളം നർമ്മമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ. വ്യക്തിപരമായി അങ്ങനെ അധികം നർമ്മമൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ പ്രസംഗവേദിയിൽ ധാരാളം ധർമ്മം പറയും. ക്ലാസ്സിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ക്ലാസ്സിൽ ഞാൻ വിഷയത്തെ കീഴടക്കുന്നു, പ്രസംഗവേദിയിൽ വിഷയം എന്നെ കീഴടക്കുന്നു എന്നാണ്. രണ്ട് കാര്യമാണെന്നാണ്. കാരണം ക്ലാസ് താൻ ആശയങ്ങൾ വിശദീകരിക്കുകയാണ്, തിരിച്ച് പ്രസംഗവേദിയിൽ എത്തിക്കഴിഞ്ഞാൽ ആശയം ഒരു ഭൂതബാധ പോലെ തന്നിലേക്ക് വന്നിട്ട് അത് തന്നെയും കൊണ്ട് സഞ്ചരിക്കുകയാണ് എന്ന് മാഷൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. അത് നോക്കിയാൽ അറിയാം, അതിശാന്തമായി തുടങ്ങുന്ന പ്രസംഗം ഏതെങ്കിലും ചില പോയിന്റിലെത്തുമ്പോൾ അത്യന്ത ശക്തമായ ആക്രമണങ്ങളായിട്ട് മാറിത്തീരും. വൈകാരികമായ ഒരു വലിയ ആഘാതശേഷി അതിനുണ്ടാവും. തൃശ്ശൂരെ ഭാരതീയതാ പ്രസംഗത്തിൻ്റെ 1-ാം ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, ആളുകൾ തിങ്ങിക്കൂടിയിട്ട് ഹാളിനകത്ത് വെച്ചിരുന്ന വേദി ഹാളിന് പുറത്തേക്കാക്കി, പുറത്ത് മൈക്കെല്ലാം വെച്ചിട്ടാണ് മാഷ് അന്ന് പ്രസംഗിക്കുന്നത്. അന്നത്തെ പ്രസംഗം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. എന്തൊരു പ്രൗഢമായ ഭാഷയാണ്. ഒരു സമൂഹം ഉണ്ടാക്കിയ സംസ്കാരത്തിൻ്റെ മുഴുവൻ ബലത്തെയും മഹിമയെയും തൻ്റെ വാക്കുകളിൽ ആവാഹിച്ചിട്ടാണ് അതിനെതിരെ നിൽക്കുന്ന ഈ ഹിന്ദുത്വ വർഗീയതയ്ക്കെതിരെയുള്ള മാഷയുടെ അന്നത്തെ സംഭാഷണം. അത് നേർക്ക് നേരെയുള്ള വിമർശനമൊന്നുമല്ല, അതിൻ്റെ മഹിമ കൊണ്ട് അത് ആ ആകാശ ചക്രവാളത്തിൽ മുഴുവൻ നിറയുന്ന ഒരനുഭവം അന്നത് കേട്ടുനിന്നവർക്ക് ഉണ്ടായിരുന്നു. ആ 7 ദിവസങ്ങളിലും അത് ഞാൻ 2 ദിവസമേ കേട്ടിരുന്നുള്ളൂ, എങ്കിലും ആ പ്രസംഗങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. അങ്ങനെ പ്രസംഗിക്കുന്ന ഒരാളായിട്ട് ഒരു ഭാഗത്ത് നിൽക്കുക, മറുഭാഗത്ത് ചിലപ്പോൾ അദ്ദേഹം ഒരു വിഷയം തുടങ്ങി. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ പ്രധാനപ്പെട്ട ഒരു പ്രഭാഷണ പരമ്പര ഞങ്ങളുടെ സർവകലാശാലയിലായിരുന്നു, സംസ്കൃത സർവകലാശാലയിൽ. അത് ഭാരതീയ കാവ്യസിദ്ധാന്തങ്ങളെക്കുറിച്ചായിരുന്നു. ധ്വനി, രസം, വക്രോക്തി തുടങ്ങിയ ആശയങ്ങളെക്കുറിച്ചായിരുന്നു. അപ്പം അന്ന് മാഷ് പ്രസംഗിക്കുമ്പോൾ ധ്വനി എന്നെല്ലാം പറഞ്ഞു തുടങ്ങി. അങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് എവിടെയെങ്കിലും വെച്ച് ഉമ്മൻചാണ്ടി കയറി വരും. പിന്നെ ധ്വനിയെല്ലാം പോയിട്ട് മൊത്തം ഉമ്മൻചാണ്ടി മാത്രം ബാക്കി ഉണ്ടാവുകയും അതിനെക്കുറിച്ചുള്ള നിരന്തര പരിഹാസവും നിശിത വിമർശനങ്ങളുമൊക്കെ ചേർന്ന ഒരു പ്രസംഗ ഭാഷയിലേക്ക് അതങ്ങ് പോവുകയും ചെയ്യും. എന്നാൽ മറുഭാഗത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ അതിപ്രൗഢമായ ഒരു ഭാഷാരീതിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇങ്ങനെ രണ്ടറ്റങ്ങളിലും പോയി മടങ്ങുന്ന അനുഭവങ്ങളുടെ എല്ലാ ലോകങ്ങളെയും തൻ്റെ പ്രഭാഷണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കഴിഞ്ഞ അവസാന പ്രഭാഷണങ്ങളിൽ ഞാൻ ഓർക്കുന്നുണ്ട്. രമണനും മലയാള കവിതയും എഴുതിയ ഒരാളാണല്ലോ. പക്ഷേ രസത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് മാഷ് ഉദ്ധരിച്ചത് ചങ്ങമ്പുഴയാണ്. ഉദ്ധരിച്ച വരികൾ വെറും ഒരു സിനിമാ പാട്ടിൻ്റെ വരിയെന്ന് തോന്നാവുന്ന വരി ഉദ്ധരിച്ചിട്ട് അദ്ദേഹം വികാരത്താൽ വിക്ഷുബ്ധനാവുന്നത് ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളിത്തുളുമ്പുകയല്ലോ എന്ന വരി അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ആരാണെന്ന് ഓർക്കണം കേട്ടോ, ആനന്ദവർദ്ധനൻ, അഭിനവഗുപ്തൻ, കുന്തകൻ എന്നൊക്കെ പറയുന്ന ആ ഒരു സാഹിത്യ സംസ്കാരത്തിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ഞാനീ പറഞ്ഞ കുഞ്ഞാണിത്, കളിക്കോപ്പെടുത്ത ചെറുപൈതൽ. അദ്ദേഹത്തിൻ്റെ അവസാന കാല പ്രസംഗത്തിൽ അദ്ദേഹം ഒരു സിനിമാ പാട്ട് ഉദ്ധരിച്ച് പറഞ്ഞു നിർത്തുന്നത് പഴയൊരു ഗാനം, ഞങ്ങളൊക്കെ കേട്ടു പഠിച്ചൊരു ഗാനമുണ്ട്, ഈണം പാടി തളർന്നല്ലോ ഞങ്ങളും കാറ്റും. അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെ തളർന്നു പോയ ഒരു തലമുറയുടെ അവസാനത്തെ പ്രതിനിധിയാണ് ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്നത്. വാസ്തവത്തിൽ മാഷെ ഓർക്കുമ്പോൾ മാഷൊരു ഭൂതകാല സ്മരണയ്ക്കപ്പുറം നമ്മുടെ കാലത്ത് പ്രവർത്തിക്കുന്ന ഒരു ഊർജമാക്കി മാറ്റാനുള്ള ഒരു വഴി ഈ തളർന്നു പോകുന്ന നമ്മുടെ വീര്യത്തെ വീണ്ടെടുക്കാനായിട്ട് നിരന്തരം പണിപ്പെടുക എന്നുള്ളതാണ്. ഒരുപക്ഷെ സമരങ്ങളൊക്കെ പരാജിതമായി തീരുന്ന എന്തിനൊക്കെയാണോ നമ്മൾ പുറത്താക്കിയത് അതെല്ലാം വീണ്ടും അതിശക്തമായി മടങ്ങി വരുന്നു എന്ന് തോന്നിക്കുന്ന ഒരു കാലത്തിൻ്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിനെ പ്രതിരോധിക്കാനുള്ള വലിയ ഊർജമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പേരാണ് അഴീക്കോട് മാഷ്.
എന്നത്. ആ ഓർമ്മയെ അങ്ങനെയാണ് നമ്മൾ ആദരിക്കേണ്ടത്. ഒരു ഭൂതകാല സ്മരണയായി കെട്ടടങ്ങി പോകാതെ വർത്തമാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തി സ്വരൂപമായിട്ട് നമുക്ക് മാഷെ മാറ്റാൻ കഴിയണം. ഒരുപക്ഷെ മാഷ് ഗാന്ധിയിൽ നിന്ന് ആർജിച്ച ആ ഒരു ഊർജം നമുക്ക് നമ്മുടെ പ്രവൃത്തിയിലും തുടരാൻ കഴിയും. അതുകൊണ്ട് ഈണം പാടി തളർന്നെങ്കിലും ഇനിയും തുടർന്ന് പാടാൻ കെൽപ്പുള്ള ഒരു ജനത ഇവിടെ ഉണ്ട് എന്നും നമ്മെ വിഴുങ്ങുന്ന ഈ അന്ധകാരത്തിൻ്റെ അന്തരീക്ഷത്തെ മറികടക്കാൻ നമുക്ക് ആത്മബലമുണ്ട് എന്നും നമുക്ക് തന്നെ ബോധ്യപ്പെടാൻ സഹായകമായ ഒന്നാണ് അഴീക്കോട് മാഷുടെ സ്മരണ. ആ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം.